കലാസ്നേഹികളെ, കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമ്മേ. കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമ്മേ. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമ്മേ. ദുരിതര മഞ്ഞും തുള്ളികൾ നൃത്തം ചെയ്യും ഒരു നാട്, ദുരിതുര മാങ്കനി വീഴും മോഹന മാമിയ മലനാട്. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമ്മേ. ദുരിതര മഞ്ഞും തുള്ളികൾ നൃത്തം ചെയ്യും ഒരു നാട്, ദുരിതുര മാങ്കനി വീഴും മോഹന മാമിയ മലനാട്. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. ഏലം കുരുമുളകും കവറും ഇഞ്ചിയും ഉള്ളൊരു മലനാട്, വയലിൽ വിളയും നെൽക്കൊടികൾ ഭംഗിയിലാടുന്നൊരു നാട്. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. താളത്തിന് തല്ലി അലക്കൊഴുകി പോകുന്നോരരുവികളും മേളത്തിന് കുട്ടികൾ ചാടി രസിച്ചു നടക്കുന്നൊരു നാട്. അങ്ങനെ കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. കൈരളി ദേവിയമ്മേ കാത്തരുളിടുകമേ. സഹോദരി, നമ്മുടെ കഥ ആരംഭിക്കുകയാണ്. ഈ കഥ കേൾക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെയല്ല. നിങ്ങളെല്ലാവരും ഒരു കടലിൻ്റെ തീരത്ത്, അതായത് ഒരു കടപ്പുറത്താണ് ഇരിക്കുന്നത് വിചാരിക്കുക. അതാ ആ കാണുന്ന കടലില്ലേ, ആ കടലിൻ്റെ തീരത്ത് ഒരു പാക്കപ്പള്ളി കണ്ടില്ലേ? ആ പാക്കപ്പള്ളിലേക്ക് കയറിയാൽ നമ്മൾക്ക് വളരെ വേഗം, അത് അധികം താമസിക്കാതെ കൊണ്ട് നമ്മുടെ കഥ നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകും. അല്ല, കയറിയല്ലോ. പറയുന്നതിന് മുമ്പ് ചെറുപ്പക്കാരെല്ലാം കയറി കഴിഞ്ഞല്ലോ. ചെറുപ്പക്കാരെ സൂക്ഷിച്ച് കയറണം. ആ സ്ത്രീകൾ അവിടെ ഉണ്ട്. അത് ആണ്ട അവരെ, ആ സ്ത്രീകളെ മുട്ടരുത്. അല്പം മാറി നിൽക്ക് ചേച്ചി, അല്പം മാറി നിൽക്ക്. ആ മനുഷ്യൻ മുട്ടാൻ തന്നെ വരിക. അതോ ചേച്ചി മുട്ടാൻ തന്നെ നിൽക്കുവാണ്? കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്നെ പറയുന്നു എന്റെ ദേഹത്ത് തൊട്ടല്ലോ ഈ കുഞ്ഞു വെല്ലുമ്പഴാണോ? എന്റെ പൊന്നു ഞാൻ മറന്നു പോയി. ഇതിന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? വെല്ലുമ അങ്ങോട്ട് പോ. ആ വെല്ലുമയുടെ കൈക്ക് പിടിച്ച് മുമ്പോട്ട് പറഞ്ഞു വിട്. ആണ്ടെ ചെറുപ്പക്കാര് പിന്നെ പെമ്പിള്ളേരുടെ ചെന്നല്ലോ. അല്പം മാറി നിൽക്ക്. ശരി, നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ കഥ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. സഹോദരി, നമ്മുടെ പാക്കപ്പൽ അതാ മുൻപോട്ട് നീങ്ങുകയാണ്. അതാരാടാ സീറ്റ് പിടിക്കുന്നത്? ആൾ കൂടുതലായി മരതകദീപു കാണാൻ കണ്ടു വലിച്ചു നമ്മൾ സന്തോഷമോടെ ഇര നമ്മളൊന്നായി ആർത്തടസിക്കുന്ന തിരമാലകൾ കീഴ് കുറിച്ചുകൊണ്ട് പാട്ടും കുരുവയുമായി ആ പാക്കപ്പെടുത്ത മുൻപോട്ട് നീങ്ങുകയാണ്. അതാ ആ കാണുന്നതാണ്, കണ്ടോ? നമുക്ക് തൊട്ടടുത്ത് കാണാം. ഈ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മരതക ദ്വീപ്. 4 വശവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഈ ദ്വീപ് കാണുന്നവർക്കെല്ലാം അവരെല്ലാം അറിയാതെ ഇങ്ങനെ പാടിപ്പോവും. എങ്ങനെ? ഭൂമിയിലെങ്ങുമില്ല ഈ സൗന്ദര്യ ഭാഗമല്ല, ഭൂമിയിലെങ്ങുമില്ല ഈ സുന്ദര ഭാഗ്യമല്ല. നരനായി ഈശ്വരൻ ഒന്നായി നൽകിയ ഐശ്വര്യ കേദാരമേ, ഈ നാടിന്റെ സൗഭാഗ്യമേ. ഭൂമിയിലെങ്ങുമില്ല ഈ സുന്ദര ഭാഗ്യമല്ല, നരനായി ഈശ്വരൻ ഒന്നായി നൽകിയ ഐശ്വര്യ കേദാരമേ, ഈ നാടിന്റെ സൗഭാഗ്യമേ. ഇപ്പോഴ്
നമ്മുടെ പാക്കപ്പിലിരിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരു ആഗ്രഹമുണ്ട് ഈ നാട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എന്ത് ഭാഗ്യമായിരുന്നു എന്നല്ലേ. വേണ്ട, പക്ഷെ ഈ നാട്ടില് സൗന്ദര്യത്തിൽ ഉണ്ടെങ്കിലും ഈ നാടിന്റെ അവസ്ഥ അത് ശോചനീയമാണ്. കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പ് ഈ നാട്ടിൽ അതിഭയങ്കരമായ പകർച്ചവ്യാധിയും കൊടുപട്ടിണിയും പടർന്നു പിടിച്ചു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ നാട്ടിലെ മനുഷ്യൻ നട്ടം തിരിയുകയാണ്. മാരക രോഗത്താൽ, മഹാരോഗത്താൽ മനുഷ്യൻ ചത്ത് മൺമറയുകയാണ്. ഈശ്വര, ആ ജനതയെ രക്ഷിക്കേണ്ടത് ആ ഗവൺമെന്റ് കടമയായി. ഗവൺമെന്റ് 4 വർഷത്തേക്ക് ഓടുകയാണ്, നട്ടം തിരിയുകയാണ്. അവസാനം അവിടുത്തെ ഗവൺമെന്റ് ഉറച്ച തീരുമാനമെടുത്തു. ഇല്ല, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി, ഈ നാട്ടിലെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി, അതായിരുന്നു അവരുടെ പ്രാർത്ഥന. അവസാനം അവിടുത്തെ ഗവൺമെന്റ് വിദേശീയ ഒരു സായിപ്പിനെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നു. പുതിയ ഭക്ഷ്യസാധനത്തിന് ഉൽപ്പാദനത്തിന് വേണ്ടി ആ സായിപ്പ് ആ മരതകദ്വീപിൽ വന്നിട്ട് ആ വയലുകളിൽ ഇറങ്ങി, പാടശേഖരങ്ങളിൽ ഇറങ്ങി, ആ പാടശേഖരങ്ങളെ ചെളിവാരി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സഹൃദയരെ ആ സായിപ്പിന്റെ കാലിന്റെ അടിയിൽ നിന്നും ഏതോ ഒരു സാധനം ഓടിപ്പോയി. ബുദ്ധിമാനായ സായിപ്പ് അതിനെ ഓടിച്ചിട്ട് പിടിച്ചു. നോക്കിയപ്പോൾ അതൊരു തവളയാണ്. സായിപ്പ് വലിയ കൂടുതലായിട്ടൊന്നും ആലോചിച്ചില്ല. ആ തവളയെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അയച്ചു. പ്രഗത്ഭന്മാരായ ഡോക്ടേഴ്സിന്റെ പരീക്ഷണത്താലും നിരീക്ഷണത്താലും ആദ്യം താമസിക്കാൻ റിസൾട്ട് കിട്ടി. എന്ത്? തവള. ക്ഷയരോഗവും ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ഈ തവള ഇറച്ചി മഹനീയമാണെന്ന് കണ്ടുപിടിച്ചു. ആ വാർത്ത സാഹിബ് ആ നാട്ടിലെ ഗവൺമെന്റിനെ അറിയിച്ചു. ആ ഗവൺമെന്റ് തൊഴിലില്ലാതെ ആ നാട്ടിൽ അലഞ്ഞിറന്ന ആ ബാലവൃദ്ധ ജനങ്ങൾക്ക് ഒരു പുതിയ തൊഴിൽ വാഗ്ദാനം ചെയ്തു. എല്ലാ ജനങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്താണ് തൊഴിൽ? എല്ലാവരും ചോദിച്ചപ്പോഴത്തേക്ക് ഗവൺമെന്റ് പറയുകയാണ്, പുതിയ തൊഴിൽ തവളപിടുത്തം. വലിപ്പ വ്യത്യാസമില്ല, ഒന്നിന് 25 പൈസ. ഈ പുതിയ തൊഴിൽ ലഭിച്ച മാത്രമേ സഹൃദയരെ ആ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങള് പെട്രോൾ മാക്സ്, കുട്ടിച്ചാക്ക്, ടോർച്ച്, റാന്തല് മുതലായ മാരകായുധം എടുത്തുകൊണ്ട് പകലെന്നില്ല രാത്രിയെന്നില്ല തവള പിടിക്കാൻ വേണ്ടി നാടിന്റെ നാനാഭാഗത്തേക്കും ഓടുകയാണ്. സഹൃദയ, ആയിരക്കണക്കിന് തവളകൾ മരണവിധേയരായി. ലക്ഷക്കണക്കിന് തവളകൾ നാട് വിട്ടോടി. ബാക്കിയുണ്ടായിരുന്ന തവളകൾ ഒരു യൂണിയനായിട്ട് സംഘടിച്ച് ശക്തരായിട്ട് ആ സായിപ്പിന്റെ വീട്ടുപടിക്കലേക്ക്, അതാ ഈ തവളകളെ വിദേശത്തേക്ക് അയക്കുന്ന ആ സായിപ്പിന്റെ വീട്ടുപടിക്കലേക്ക് ഒരു സമരജാഥ നയിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ബാനറുമായി അതാ തവളകൾ മുൻപോട്ട് നീങ്ങുകയാണ്. സിന്ദാബാദ് 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 സിന്ദാബാദ്. തവള യൂണിയൻ സിന്ദാബാദ്, തവള യൂണിയൻ സിന്ദാബാദ്, മാക്രി യൂണിയൻ സിന്ദാബാദ്, യൂണിയൻ സിന്ദാബാദ്, സിന്ദാബാദ് 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 സിന്ദാബാദ്. സിന്ദാബാദ്. ഉയരട്ടെ ഉയരട്ടെ തവള യൂണിയൻ ഇന്നും എന്നും ഉയരട്ടെ. ഉയരട്ടെ ഉയരട്ടെ തവള യൂണിയൻ ഇന്നും എന്നും ഉയരട്ടെ. തകരട്ടെ തകരട്ടെ സായിപ്പിന്റെ ഗോപുരങ്ങൾ തകരട്ടെ. തകരട്ടെ തകരട്ടെ തകരട്ടെ. സിന്ദാബാദ് 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 സിന്ദാബാദ്. തവള യൂണിയൻ സിന്ദാബാദ്, യൂണിയൻ സിന്ദാബാദ്, മാക്രി യൂണിയൻ സിന്ദാബാദ്, യൂണിയൻ സിന്ദാബാദ്, സിന്ദാബാദ് 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 സിന്ദാബാദ്. സിന്ദാബാദ്. ആയിരക്കണക്കിന് തവളകൾ ആ സായിപ്പിന്റെ വീട്ടുപടിക്കലേക്ക് അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ബാനറല്ലോ. അത് അവരുടെ ദുഃഖങ്ങൾ അവരെ സായിപ്പിനെ അറിയിച്ചു. പക്ഷെ സായിപ്പ് അത് മനസ്സിലാക്കിയില്ല. ബുദ്ധിമാനായ സായിപ്പ് എന്തൊക്കെയോ ചിന്തിച്ചു. ആരെങ്കിലും കൊണ്ടൊരു തവളയെ പിടിപ്പിക്കുകയാണെങ്കിൽ 25 പൈസ കൊടുക്കണം. ആയിരക്കണക്കിന് തവളകൾ തന്റെ ഭവനപ്രാന്തത്തിൽ വൃഥാ വന്ന് നിൽക്കുന്നു. സായിപ്പ് മറ്റൊന്നും ആലോചിച്ചില്ല. ആയിരക്കണക്കിന് തവളയും സായിപ്പ് അറസ്റ്റ് ചെയ്തു, വീട്ടു തടങ്കിൽ പാർപ്പിച്ചു. സഹൃദയരെ, അതിൽ 8 മാസം ഗർഭിണിയായ ഒരു വെള്ളക്കാരി തവളയുണ്ടായി. ഒരു വെള്ളക്കാരി തവള. അവൾ തകർന്ന മനസ്സുമായി, നിറഞ്ഞ കണ്ണുകളുമായി അവളുടെ ദുഃഖം സായിപ്പിനെ അറിയിക്കുകയാണ്. തവള സംഹാരനാഥ, കമനീയ ദേവാനാഥ, തവള സംഹാരനാഥ, കമനീയ ദേവാനാഥ. അങ്ങേക്കുമുള്ളതല്ലേ ഭാര്യയും കുഞ്ഞുങ്ങളും, അങ്ങേക്കുമുള്ളതല്ലേ ഭാര്യയും കുഞ്ഞുങ്ങളും. ഈ ഗാനശീലം കേട്ട മാത്രമേ സായിപ്പ് ആ കൂടുന്ന സമയത്തേക്ക് ഓടിച്ചെന്നു.
ആ കൂടിലേക്ക് നോക്കി. സായിപ്പ് അന്തം വിട്ടു. എന്താണിത്? എന്റെ നാട്ടുകാരി എന്ന വെള്ളക്കാരി തവളെ, അവൾ എങ്ങനെ ഇവിടെ വന്നു? സായിപ്പ് ചോദിച്ചു. തവളെ, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നീ എങ്ങനെയാണ് ഇവിടെ വന്നത് പറയൂ. സഹദേവി, അവളുടെ കണ്ണുനീർ ചാലിച്ച കഥ, രക്തത്തിൽ കുതിർത്ത കഥ അവൾ സായിപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കി. സായിപ്പേ, സായിപ്പേ, 25 വർഷത്തിനപ്പുറം നമ്മുടെ നാട്ടിലെ അതിഭയങ്കരമായ ജലപ്രളയം ഉണ്ടായ ഒരു അവസരത്തില് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ആ മഹാപ്രളയത്തില് നീണ്ടു നടക്കുന്നുള്ള ആപത് എന്റെ കൈകൾക്കും കാലുകൾക്കും ഇല്ലായിരുന്നു സായിപ്പേ. ഞാൻ കൂട്ടം വിട്ടുപോയി. പ്രാണരക്ഷാർത്ഥം ഞാനൊരു ആഫ്രിക്കൻ പാലിന്റെ കൂനെ ചാടിക്കുകയാണ്. ആഫ്രിക്കൻ പാലിന്റെ കൂനെ കാറ്റിന്റെ ഗതിയിൽപ്പെട്ട് ഞാനൊന്ന് ഈ നാട്ടിലെത്തി സായിപ്പേ, ഞാൻ ഈ നാട്ടിലെത്തി. ഓഹോ, അപ്പോഴേ ഈ നാട്ടിലേ വന്നിട്ട് ആഫ്രിക്കൻ പാൽ ഈ നാട്ടിൽ വന്ന ആ കാലഘട്ടമാണല്ലേ? അതെ സായിപ്പ്, സായിപ്പ്, എന്റെ വയറ്റിലുണ്ടായിരുന്ന 5 കുഞ്ഞുങ്ങള് അങ്ങനെ ആൾക്കാരെ പിടിച്ച് തവളപിടുത്തക്കാരത് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. ആരാമത് എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെങ്കിലും ഈശ്വരനെ വിചാരിച്ച് സായിപ്പെ രക്ഷിക്കില്ലേ? എന്നെ മോചിതയാക്കില്ലേ? എന്റെ ഈ കുഞ്ഞിന് ജീവൻ നൽകില്ലേ? അവളുടെ വാക്ക് കേട്ട് മനസ്സ് മാറിയ സായിപ്പ് പറഞ്ഞു, പെണ്ണെ, ഞാനതിന്റെ മാനേജിങ് ഓഫീസർ മാത്രമാണ്. പക്ഷെ ഒന്ന് ഞാൻ ചെയ്യാം. നീ എന്റെ നാട്ടുകാരി ആയതുകൊണ്ട് നിന്നെ ഇവിടെ ഞാൻ ഇറക്കിവിടാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താണ്? നീ മേലിൽ ഈ നാട്ടിൽ താമസിക്കരുത്. സായിപ്പ്, അതെ, അതിന് കാരണമുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ ഗാങ് മാത്രമല്ല തവള പിടിക്കുന്നത്. മറ്റേ ആരെങ്കിലും കയ്യിൽ നീ അകപ്പെട്ട് കഴിഞ്ഞാൽ നീ വീണ്ടും കാലപുരിലേക്ക് പോകും. സായിപ്പേ സമ്മതിച്ചു. പക്ഷേ ഞാൻ മാത്രമല്ല സായിപ്പേ, പിന്നെ ആരാണ്? എന്റെ ആര്യപുത്രനുണ്ട്. എവിടെ? ആ ജയിലിന്റെ മൂലയിൽ കിടന്ന്. ഞാനാണേ. വരൂ. എന്താ നിന്റെ പേര്? കുട്ടത്തി. എന്ത്? കുട്ടത്തി. ഞാൻ പറഞ്ഞെല്ലാം കേട്ടോ? ഓവ. ഈ നാട്ടിൽ താമസിക്കാൻ വയ്യ? വയ്യ. നിങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും പോകണം? പോകാം. സഹദേവി 8 മാസം ഗർഭിണിയായ തന്റെ പ്രാണസികർ കൈക്ക് പിടിച്ചുകൊണ്ട് ആ ജയിലിൽ നിന്നും വെറും കൈയോടുകൂടി ആ ഭാര്യ ഭർത്താക്കന്മാർ ലക്ഷ്യമില്ലാതെ കണ്ട് അവരുടെ യാത്ര, അത് അവരെവിടേക്കോ ആ നാട്ടിൽ യാത്ര തുടരുകയാണ്. അപ്പോഴേ അവരെ കണ്ടുകൊണ്ട് പ്രകൃതി പോലും പൊട്ടിക്കരഞ്ഞു. നിറഞ്ഞ ഉദരവുമായി പ്രസവ വേദനയോടെ നടന്നു പോണവളെ, വിധിയുടെ കൈകൾ കറിവില്ലല്ലോ പ്രസവ വേദന, പ്രസവ വേദന. നിറഞ്ഞ ഉദരവുമായി പ്രസവ വേദനയോടെ നടന്നു പോണവളെ, വിധിയുടെ കൈകൾ കരുതില്ലല്ലോ പ്രസവ വേദന, പ്രസവ വേദന. നീണ്ട 2 മാസ യാത്രയ്ക്ക് ശേഷം യാതനയും വേദനയും സഹിച്ച നമ്മുടെ നായികയും നായകനും സഹൃദയരെ, കേരളത്തിന്റെ ഹൃദയഭാഗമാകുന്ന കോട്ടയത്തിന്റെ ഒരു വശമാകുന്ന കാരാപ്പുഴയിൽ, അതെ കാരാപ്പുഴ, ആ കാരാപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം കണ്ട മാത്രമേ അന്തം വിട്ട് നിന്ന് നമ്മുടെ നായകൻ നമ്മുടെ നായികയും അവർ ചീറിപ്പാഞ്ഞു പോകുന്ന ബസ്സുകള്, അത് ആ ടൗണ് എല്ലാം പല പല വൈദ്യുതി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നായിക അവളുടെ ആര്യപുത്രനാകുന്ന നമ്മുടെ വെള്ളക്കാരി തവള അവളുടെ ഇഷ്ടേശനാകുന്ന കുട്ടന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തുള്ളിച്ചാടി പറയാണ്, ചേട്ടാ എത്രയ്ക്ക് മനോഹരമാകുന്നു. എന്താ പെണ്ണെ? കറുകറുത്ത മിനുമിനുത്തതാറിട്ട റോഡുകൾ, കറുകറുത്ത മിനുമിനുത്തതാറിട്ട റോഡുകൾ, ഇരുനിരയിൽ അതിന് ചുറ്റും മാനമുട്ടും വീടുകൾ, കറുകറുത്ത മിനുമിനുത്തതാറിട്ട റോഡുകൾ, ഇരുനിരയിൽ അതിന് ചുറ്റും മാനമുട്ടും വീടുകൾ, വഴിയിലോടും വണ്ടികൾ, വഴിയിലോടും വണ്ടികൾ, ആ വണ്ടിയിൽ കുടവണ്ടികൾ, വഴിയിലോടും വണ്ടികൾ, വണ്ടിയിൽ കുടവണ്ടികൾ, ചപ്പു ചവറ് ചണ്ടികൾ, അതിന് ചുറ്റും തെണ്ടികൾ, ചപ്പു ചവറ് ചണ്ടികൾ, അതിന് ചുറ്റും തെണ്ടികൾ, ഇതുപോലൊരു പാട്ടുകാരൻ. ആയ് ചേട്ടാ
എലി പോലൊരു പാൻറ്റുകാരൻ സ്കൂട്ടറിന്റെ മുൻപില്, മല പോലൊരു ബമ്പറന്നൊരു കാലും പൊക്കി പിന്നില്. എലി പോലൊരു പാൻറ്റുകാരൻ സ്കൂട്ടറിന്റെ മുൻപില്, മല പോലൊരു ബമ്പറന്നൊരു കാലും പൊക്കി പിന്നില്. സഹൃദയരെ, ഈ കോട്ടയന്റെ ഉണ്ട് അത് കാരാപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം കണ്ടിട്ട് അന്തം വിട്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ നായിക മനസ്സറിയാണ്ട് തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കുളത്തിൽ പ്രസവിച്ചു. നാടനാവുന്ന കൂട്ടത്തിയുടെയും വെള്ളക്കാരിയാന്ന മാക്രിയുടെയും പുത്രി ആംഗ്ലോ ഇന്ത്യൻ മാക്രി. സഹൃദയരെ, അതൊരു പെൺകുട്ടി. ആ കുട്ടിയെ ആ മാതാപിതാക്കൾ അത് ആ പൊട്ടക്കുളത്തിട്ട് തന്നെ പാട്ടുപാടി ഉറക്കിയ. പുത്തിജികാമണി പെറ്റ പുള്ളൈ, പുത്തിജികാമണി പെറ്റ പുള്ളൈ, അട പുന്നക ചെയ്വത് ചിന്ന പുള്ളൈ, അഞ്ചുക്ക് പിന്നാലെ വന്ന പുള്ളൈ, അഞ്ചുക്ക് പിന്നാലെ വന്ന പുള്ളൈ, ഇത് ആറാമതായി വന്ന ചെല്ലപ്പുള്ളൈ. ആറാറോ മണി ആറാറോ, അട അശട്ടു പോയ പുള്ളയാറാറോ, ആറാറോ മണി ആറാറോ, അട അശട്ടു പോയ പുള്ളയാറാറോ. സഹോദരി, അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ നായിക വളർന്ന് പന്തലിച്ചു. അതെ, ദിവസങ്ങളെ ആഴ്ചകളെയും മാസങ്ങളെയും ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് നമ്മുടെ നായിക പടർന്ന് പന്തലിച്ചു. പരിണാമചക്രത്തിന്റെ പലായനത്തിൽ അവൾ ഒരു പരുവത്തിലായി. അതെ, പരിണാമചക്രത്തിന്റെ പരക്കം പാച്ചിലിൽ നമ്മുടെ നായിക അപ്സരസായി കഴിഞ്ഞു. അവൾ സുന്ദരിയാണ്, പ്രായം ചിന്ന, യൗവനത്തിന്റെ പെരുമാറിലേക്ക് തത്തിക്കളിക്കുന്ന, എത്തി നോക്കുന്ന ഒരു കൊച്ചു സുന്ദരി. അവൾ അവളുടെ പൊട്ടക്കുളത്തുനിന്നും പതിയെ വെളിയിലേക്ക് വന്ന സായം സന്ധ്യാസമയത്ത് അവൾ ആ താമരയുടെ മുകളിൽ കയറി നിന്നു. അവൾ അന്തം വിട്ട് മുകളിലേക്ക് നോക്കി. മാരിവില്ലേ? അയ്യോ, അവൾ അറിയാതെ കൊണ്ടുവർത്തു. എന്താണിത്? ഈശ്വരൻ എനിക്ക് വേണ്ടിയാണ് ഈ കുളമെല്ലാം കുഴിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് ഈ മാരിവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി ഈ താമര. അവൾ അറിയാതെ കൊണ്ടുവർത്തു പോവുകയാണ്. പച്ചക്കുട നിവർത്തി ആമ്പൽ എനിക്ക് വേണ്ടി, നീളെ കുളം കുത്തി ഭൂമി എനിക്ക് വേണ്ടി. പച്ചക്കുട നിവർത്തി ആമ്പൽ എനിക്കു വേണ്ടി, നീളെ കുളം കുത്തി ഭൂമി എനിക്കു വേണ്ടി, ഭൂമി എനിക്കു വേണ്ടി. പച്ചക്കുട നിവർത്തി ആമ്പൽ എനിക്കു വേണ്ടി, നീളെ കുളം കുത്തി ഭൂമി എനിക്കു വേണ്ടി, ഭൂമി എനിക്കു വേണ്ടി. സഹൃദയരെ, എല്ലാം മറന്ന് ആ പ്രകൃതിയെ ലയിച്ച് അവൾ ആകാശത്തേക്ക് നോക്കുന്ന അവസരത്തിൽ അതാ ആ സായ സന്ധ്യാസമയത്ത് അങ്ങനെയുള്ള കാരാപ്പിടത്തോടിലൂടെ ഒരു യുവസുന്ദരൻ മന്ദമന്ദം ഒരു വാഴപ്പിണ്ടിയിൽ അങ്ങനെ വരികയാണ്. കാരാപ്പുഴത്തോട്ടിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ, പണ്ടൊരു നീർക്കോലിപ്പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു, കണ്ടു കൺമുന കൊണ്ടു. കാരാപ്പുഴത്തോട്ടിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ, പണ്ടൊരു നീർക്കോലി പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു, കണ്ടു കൺമുന കൊണ്ടു. കുളത്തിൻകരയിലാരെ നീരുവെള്ളത്തിൽ നീരാട്ടിനെത്തിയ തവള, ഒരു മാറുമറയ്ക്കാത്ത തവള. കുളത്തിൻകരയിലാരെ നീരുവെള്ളത്തിൽ നീരാട്ടിനെത്തിയ തവള, ഒരു മാറുമറയ്ക്കാത്ത തവള. നീർക്കോലിയെ കണ്ടു നാണിച്ചു നിന്നു താഴമ്പ് പോലൊരു തവള, കണ്ണിൽ കാമവലയുള്ള തവള. കാരാപ്പുഴത്തോട്ടിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ, പണ്ടൊരു നീർക്കോലിപ്പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു, കണ്ടു കൺമുന കൊണ്ടു. സഹൃദയരെ, നീർക്കോലി ഞെട്ടിത്തെറിച്ചു. ആരാണിത്? ആറ്റുമണമുള്ള ഉണ്ണിയാർച്ചയോ അതോ ഷേക്സ്പിയറിന്റെ മകളോ? ഒന്നും അറിയാൻ വയ്യ. നീർക്കോലി നട്ടം തിരിഞ്ഞു. അവൻ അവിടുന്ന് വാൽ കുത്തിയെടുത്തിട്ട് നോക്കിയാണ്. മുന്നടി നീളമുള്ള മല്ലനാം നീർക്കോലി
പൊട്ടക്കുളത്തിൽ ചെന്നു കണ്ടു തവളയെ. മുന്നടി നീളമുള്ള മലന നീർക്കോലി പൊട്ടക്കുളത്തിൽ ചെന്നു കണ്ടു തവളയെ. മാത്രമല്ല അവൻ ഓടി നടന്ന് വീണ്ടും വീട് നോക്കിയാണ്. മുന്നടി നീളമുള്ള മലന നീർക്കോലി പൊട്ടക്കുളത്തിൽ ചെന്നു കണ്ടു തവളയെ. ആ പൊട്ടക്കുളത്തിന്റെ തിട്ടയിലെ തിട്ടയിൽ നീർക്കോലി പോയിരുന്നു. സഹൃദയരെ 4 വർഷത്തേക്കും കണ്ണെറിഞ്ഞു. പരിസരമെല്ലാം ക്ലിയർ ആണ്, വെരി ക്ലിയർ. നീർക്കോലിയോടും തന്നെ ആ പൊട്ടക്കുളത്തിന്റെ തിട്ടയിൽ എന്നിട്ട് അവളെ പെരുവര മുതൽ ശിരസ് വരെ സൂക്ഷിച്ചു നോക്കി. അല്ല, ഞാൻ വിചാരിച്ചിട്ട് ആരുമല്ലത്. ഇത് അപ്സരകന്യകയാണ്, ഇവൾ ദേവകന്യകയാണ്. നീർക്കോലി അറിയാതെ കണ്ട് അവളോട് ചോദിക്കുക. പൊട്ടക്കുളത്തിലെ പെണ്ണേ നിന്റെ പേരെന്ത്? കൊച്ചു തവള പെണ്ണ്. പൊട്ടക്കുളത്തിലെ പെണ്ണേ നിന്റെ പേരെന്ത്? കൊച്ചു തവള പെണ്ണ്. എന്റെ തവള പെണ്ണേ നിന്റെ പ്രായമെന്ത്? 17. മധുര 17 നിന്നെ മാലയിട്ടില്ലേ, വന്നാരും ചൂണ്ടയിട്ടില്ലേ? എനിക്കറിഞ്ഞൂട. എന്റെ തവള പെണ്ണേ. എന്താ? എന്റെ തവള പെണ്ണേ ഞാനൊന്നടുത്തിരുന്നോട്ടെ. അയ്യയ്യേ, ഈ ചേട്ടന്മാരിത്തരം ആളുകളാണോ? അയ്യയ്യേ, ഈ ചേട്ടന്മാരിത്തരം ആളുകളാണോ എന്ന് പറയുക മാത്രമല്ല, നാണിച്ച് നമ്പർമുഖിയായി അവൾ പൊട്ടക്കുളത്തിനുള്ളിലേക്ക് നീർക്കാൻ കൂട്ടിയിരുന്നു. താമരയുടെ അടിയിലെ തല മാത്രം വെളിയിലേക്ക് കാണിച്ച് അവൾ നീർക്കോലിയെ നോക്കി നിന്നു. സഹൃദയരെ, ആ നീർക്കോലിയും അവളുടെ നോട്ടം കണ്ട് എല്ലാം മറന്ന് അവിടെ തന്നെ ഇരുന്നു. മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു, കരളുകൾ തമ്മിലിടഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം നീർക്കോലിയും തവളയും പിരിഞ്ഞു. തവള ആ പൊട്ടക്കുളത്തിനുള്ളിലേക്ക് നീർക്കാൻ കൂടി എന്നിട്ട് ആ താമര തണ്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അറിയാതെ കൊണ്ട് ഓർത്തു പോവുകയാണ്. മധുരക്കിനാവിന്റെ മഞ്ചലിൽ നല്ല മധുര പ്രതീക്ഷതൻ പന്തലിൽ. മധുരക്കിനാവിന്റെ മഞ്ചലിൽ നല്ല മധുര പ്രതീക്ഷതൻ പന്തലിൽ മധുരം പകരാൻ കൊതി തോന്നി എനിക്കൊരുപാടു നാളായി. മധുരക്കിനാവിന്റെ മഞ്ചലിൽ നല്ല മധുര പ്രതീക്ഷതൻ പന്തലിൽ. ഈശ്വര, അദ്ദേഹം നീർക്കോലിയാണെങ്കിൽ സുന്ദരനാണ്. ഇല്ല, അവൾ അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. അവൾ ആ പൊട്ടക്കത്തിനുള്ള സകല താമരത്തടലും കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു. നീർക്കോലി ഈ സമയത്ത് സഹൃദയരെ അവന്റെ കൊട്ടാരമായ കൈതക്കൊട്ടാരത്തിൽ കൈതത്തണ്ടാകുന്ന സപ്രം ജഗത്തിൽ കയറി കിടന്നിട്ട് അവൻ അറിയാതെ കൊണ്ട് ഓർത്തു പോവുകയാണ്. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിലുള്ള വേദന ഞാനറിഞ്ഞു. സഹൃദയരെ, പല ആഴ്ചകളിലും നീർക്കോലി അവളെ കാണാൻ വേണ്ടി അവിടെ വന്നു. പക്ഷേ അവൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. ഒന്ന് ഞാൻ പറയാം, അവൾ വെളിയിൽ മനഃപൂർവ്വം വരാതിരുന്നതല്ല. അവിടെ മാതാപിതാക്കളുള്ള ദിവസം അവൾ എങ്ങനെ വരും? ഒരു ദിവസം ആഴ്ചകൾ ശേഷം തവള ചാടിപ്പോകുന്ന അവസരത്തിലെ നീർക്കോലി പതിയെ വന്ന് വിളിച്ചു, പെണ്ണെ. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അല്ല, ഇതാര്? എങ്ങോട്ടാ? ഞാൻ ചോദിക്കട്ടെ, എന്നെ മനസ്സിലായോ? ആ, അന്ന് ആ പൊട്ടക്കുളത്തിന് തിട്ടയിൽ വന്ന് എന്നെ നോക്കി നിന്നതല്ലേ? അതെ. എന്റെ പേരെന്തെന്നറിയോ? നീർക്കോലി ചേട്ടാന്ന് ഞാൻ വിളിക്കട്ടെ? ആ, വിളിക്കൂ. എന്നെ ഇഷ്ടമാണോ? എന്നോട് അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞാൻ പെണ്ണെ, എന്താ? നീർക്കോലി അവളോട് പറയുകയാണ്, പൊട്ടക്കുളത്തിലെ തിട്ടയിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ,
കുളത്തിലെ തിട്ടയിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ ഷോക്കടിച്ചതുപോലെ നീയും നോക്കി നിന്നത് എന്താണ്, നോക്കി നിന്നത് എന്താണ്? കുളത്തിലെ തിട്ടയിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ ഷോക്കടിച്ചതുപോലെ നീ നോക്കി നിന്നത് എന്താണ്, നോക്കി നിന്നത് എന്താണ്? എന്താ സംസാരിക്കാത്തത്? എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലേ? അല്ല പിന്നെ എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ ചേട്ടാ കരളിൽ എൻ കരളിൽ നീയാണേ, കുളത്തിൻ തിട്ടയിൽ വന്ന് പുഞ്ചിരി തൂകിയ എൻ ചേട്ടാ. കരളിൽ എൻ കരളിൽ നീയാണേ, കുളത്തിൻ തിട്ടയിൽ വന്നു പുഞ്ചിരി തൂങ്ങിയ എൻ ചേട്ടാ. നീ നാളെന്നെ നോക്കിയപ്പോൾ എന്റെയോ ഹൃദയം കോരിത്തരിച്ച്. നീ നാളെന്നെ നോക്കിയപ്പോൾ എന്റെയോ ഹൃദയം കോരിത്തരിച്ച്. വരില്ലേ നീ നാളെ രാവിൽ, തരില്ലേ താമരമുത്തം മാക്കറി പെണ്ണിനു വേണ്ടി. കരളിൽ എൻ കരളിൽ നീയാണേ, കുളത്തിൻ തിട്ടയിൽ വന്ന് പുഞ്ചിരി തൂകിയ എൻ ചേട്ടാ. പെണ്ണെ, എനിക്ക് നിന്നോടത്ത് എന്റെ മരണം വരെ ജീവിച്ചേക്കുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനൊരു ദുരന്ത ഘട്ടത്തിലാണ്. എന്താണ് ചേട്ടാ? ഞാൻ താമസിക്കുന്ന കൈത കൊട്ടാരത്തിന് പുറകിലുള്ള വയലുകളില് കൊതുകളുടെ മുഞ്ഞുകളുടെ ശല്യം കാരണം കൊതുമ്പ് ഭാഗമാക്കി നിൽക്കുന്ന നെല്ലിനെ പരാമർന്ന വിഷം അടിച്ചിട്ടിരിക്കുക. ചേട്ടാ ഭയപ്പെടണ്ട ചേട്ടാ. ചേട്ടൻ അവിടെ എങ്ങനെ ജീവിക്കുന്നു? ഞാൻ അവിടെ താമസം മാറ്റി. എവിടെ ചേട്ടൻ എവിടെയാണ് പോകുന്നത്? ചേട്ടൻ എവിടെയാണ് താമസം മാറ്റിയത്? പെണ്ണെ, ഈ പുഴ ഒഴുകുന്നതിന്റെ അങ്ങേയറ്റത്തുള്ള തൂമ്പിന് സമീപത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത് പുതുതായിട്ട്. ചേട്ടാ അത് വളരെ അകലെയാണല്ലോ. ഞാൻ എങ്ങനെയാണ് അങ്ങേ കാണുന്നത്? എനിക്ക് അങ്ങേ കാണണമെന്നുണ്ട് ചേട്ടാ. എനിക്ക് അങ്ങോട്ട് ഇനിയും സംസാരിച്ചു കൊള്ളാൻ ആഗ്രഹമുണ്ട്. പെണ്ണെ, എനിക്കും അതുപോലെയാണ്. നീ വിഷമിക്കണ്ട, നിന്റെ കണ്ണു നിറഞ്ഞല്ലോ. നീ സമാധാനമായിരിക്കൂ. എനിക്ക് എന്റെ അഡ്രസ് തരാം, എഴുതിക്കോളൂ പെട്ടെന്ന്. അദ്ദേഹം ഒരു ചേമ്പിലെ പറിച്ച് അവൾ അഡ്രസ് എഴുതി. അദ്ദേഹം അഡ്രസ് എഴുതി. KK നീർക്കോലി, കൈതക്കൊട്ടാരത്തിൽ ഹൗസ്, കൈതത്തണ്ട് PO, കാരാപ്പുഴ, വയ കോട്ടയം, കേരള, ഇന്ത്യ. ഈ അഡ്രസ് വാങ്ങിച്ച് സാധാരണ സ്ത്രീകള് ഈ തുണ്ട് പേപ്പർ വെക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അവളും വെച്ചു. ആഴ്ചകൾ വീണ്ടും കൊഴിഞ്ഞു വീണു. അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ വിവരമൊന്നും അറിയുന്നില്ല. എല്ലാ ദിവസവും അഡ്രസ് എടുത്ത് നോക്കും. ആരോത്തരന്റെ വിവരമൊന്നും അറിയുന്നില്ല. അവൾ ആലോചിച്ചു, ഈശ്വര, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കത്ത് എഴുതുന്നത്? അവൾ വിഷാദിച്ചു. അവൾ പലവട്ടം ആലോചിച്ചു, പല രായും പകലും ചിന്തിച്ചു. അവസാനം അവൾ ശകുന്തളയെ കുറിച്ച് ഓർത്തു. ശകുന്തള അവളുടെ ഇഷ്ടേശ്വരനെ താമരയിലെ പറിച്ച് എഴുത്തെഴുതി. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇല പറിച്ച് എഴുതി കൂടാ? അവളും പറിച്ചു ഒരു ചേമ്പില. ആ ചേമ്പിലയിൽ അവൾ എഴുതി, വീട്ടിൻ മറുവശത്തെ ഞങ്ങളുടെ വീതിയുള്ള പാറപ്പുറത്തെ രാത്രിയിൽ വരണം, പാതിരാത്രിയിൽ വരണം, ആരെയും അറിയിക്കാതെ നീ. വീട്ടിൻ മറുവശത്തെ ഞങ്ങളുടെ വീതിയുള്ള പാറപ്പുറത്തെ രാത്രിയിൽ വരണം, പാതിരാത്രിയിൽ വരണം, ആരെയും അറിയിക്കാതെ നീ, ആരെയും അറിയിക്കാതെ നീ, ആരെയും അറിയിക്കാതെ നീ. അവൾ ആ കത്തെഴുതി 4 മടക്കി അവൾ അദ്ദേഹത്തിന് അയച്ചു. 2-3 ആഴ്ച വീണ്ടും കൊഴിഞ്ഞു വീണു. അദ്ദേഹത്തിന് മറുപടിയില്ല. എന്താണ്? കത്ത് കിട്ടിയില്ലേ? എന്താണ് ഈശ്വര? അവൾ എക്സ്പ്രസ് ആയിട്ടൊരു കത്തെഴുതി. ഒരു താമരയില തന്നെ പറിച്ച് അവൾ എഴുതി, താമരയിലയിൽ ഞാൻ എഴുതുന്ന എഴുത്ത് കിട്ടും നേരം പൊന്നു ചേട്ടാ പെട്ടെന്നിങ്ങു വരണം. താമരയിലയിൽ ഞാൻ എഴുതിയ എഴുത്ത് കിട്ടും നേരം പൊന്നു ചേട്ടാ പെട്ടെന്നിങ്ങു വരണം. വെട്ടിവെച്ചതോട് നീന്തി കുട്ടികളെ വെട്ടിച്ചിട്ട് പെട്ടെന്നെന്റെ മുട്ടൻ ചേട്ടാ പെട്ടെന്നിങ്ങു വരണോ. ആ കത്ത് അവള് മടക്കി എക്സ്പ്രസ് ആയിട്ട് കൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ ഏറ്റവും ഒഴുക്കുള്ള പുഴയിൽ ആ കത്ത് കൊണ്ട് ഇട്ടു. അത് അധികം താമസിയാണ്ട് 24 മണിക്കൂറകം നീർക്കോളുടെ കയ്യിൽ കിട്ടി.
ആ കത്ത് കിട്ടി മാത്രമേ അദ്ദേഹം കത്തെടുത്ത് വായിച്ചു, മാറിനോട് ചേർത്തുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മതി മറന്ന് അദ്ദേഹം പാടുകയാണ്. പാക്കരന്റെ ചായക്കടയിൽ 10:30 കടയടയ്ക്കുമ്പോ, പാക്കരന്റെ ചായക്കടയിൽ 10:30 കടയടയ്ക്കുമ്പോ, അരകല്ലിൻ ചുവട്ടിൽ അറിയാതെ കിടക്കും അരമുറി തേങ്ങയാണ് നീ. വീട്ടിൻ മറുവശത്തെ നിങ്ങളുടെ വീതിയുള്ള പറപ്പുറത്തെ രാത്രിയിൽ വരാം ഞാൻ, പാതിരാത്രിയിൽ വരാം ഞാൻ, ആരെയും അറിയിക്കാതെ, ആരെയും അറിയിക്കാതെ. അന്ന് രാത്രി തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പുഴകൾ ചാടിയും ആറുകളും തോടുകളും നീന്തിയും ആ നീർക്കൊല്ലി വളരെ ബുദ്ധിമുട്ടി അവൾ പറഞ്ഞ സ്ഥലത്ത് പാതിരാത്രിക്ക് ശേഷം അവിടെ ചെന്നു. അവളെ കണ്ടില്ല. ആ പൊട്ടക്കുളത്തിന് സമീപത്തുള്ള ഒരു പരന്ന പാറയുടെ മുകളിൽ അവൾ കയറിയിരുന്നു. പക്ഷേ അവിടെയുള്ള കൊതുകുകളും മുഞ്ഞുകളും അദ്ദേഹത്തെ അവിടെ ഇരുത്തിയില്ല. ആ ശത്രുവിന്റെ മർദ്ദനം കാരണം അദ്ദേഹം തലയിട്ടടിച്ചു, വാലിട്ടടിച്ചു, ഉടലിട്ടടിച്ചു. ഈ ശബ്ദം കേട്ട് അവൾ ചാടി വെളിയിലേക്ക് വന്നു. ആര്യപുത്ര, നീർക്കൊരു ചേട്ടാ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് 3.5 മണിക്കൂറായി. ചേട്ടാ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അതോ, പരന്ന പാറയിൽ ഇരുന്നുറങ്ങുമ്പോൾ കൊതുക് വന്നെന്നെ കടിക്കുന്നേ. പരന്ന പാറയിൽ ഇരുന്നുറങ്ങുമ്പോ കൊതുക് വന്നെന്നെ കടിക്കുന്നേ. പരന്ന പാറയിൽ ഇരുന്നുറങ്ങുമ്പോൾ കൊതുക് വന്നെന്നെ കടിക്കുന്നേ. പരന്ന പാറയിൽ ഇരുന്നുറങ്ങുമ്പോ കൊതുക് വന്നെന്നെ കടിക്കുന്നേ. കടിക്കുന്നേ കടിക്കുന്നേ അത് കടിച്ചേളം പറിച്ചെടുക്കുന്നേ. കടിക്കുന്നേ കടിക്കുന്നേ അത് കടിച്ചേളം പറിച്ചെടുക്കുന്നേ. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട ചേട്ടാ. എന്താണെന്നറിയോ, ഈ കൊതുകുകളും മുഞ്ഞുകളും എന്റെ ചേട്ടനെ ഉപദ്രവിക്കുന്നത് എനിക്ക് സഹിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് കണ്ടു നിൽക്കാനുള്ള ആത്മശേഷിയില്ല. ചേട്ടാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. എവിടെ? ആ മണൽത്തിട്ടയിലേക്ക്. അവിടെ പുതിയ വീട് പണിയാൻ വേണ്ടി ആരോ 3 ലോറി മണലിറക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിരുന്ന് നമുക്ക് നേരം വിളക്കുന്നവരെ സംസാരിക്കാം. ചേട്ടാ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഓടി വരികയും ചെയ്യാം. വേണ്ട. പിന്നെ ഞാൻ വന്ന വഴിക്കൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. എവിടെയാണ് ചേട്ടാ? വളരെ അകലെയാണോ? അല്ല, എവിടെയാണ് ചേട്ടാ? അന്നിർക്കുല് പറയുകയാണ്, വളവിനൊരു കുളമുണ്ടേ, കുളത്തിനകത്തൊരു സ്ഥലമുണ്ടേ. വളവിനൊരു കുളമുണ്ടേ, കുളത്തിനകത്തൊരു സ്ഥലമുണ്ടേ. അവിടെ ഇരിക്കാൻ പോരുന്നോ ആംഗ്ലോണ്ടിയൻ എൻ കരളേ, ആംഗ്ലോണ്ടിയൻ എൻ കരളേ. വളവിനൊരു കുളമുണ്ട്, കുളത്തിനകത്തൊരു സ്ഥലമുണ്ട്. വളവിനൊരു കുളമുണ്ട്, കുളത്തിനകത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഇരിക്കാൻ പോരുന്നോ ആംഗ്ലോണ്ടിയൻ എൻ കരളേ, ആംഗ്ലോണ്ടിയൻ എൻ കരളേ. അമ്മച്ചി ഇപ്പം ഉണർന്നാലോ, അച്ചായനിപ്പം ഉണർന്നാലോ, അമ്മച്ചി ഇപ്പം ഉണർന്നാലോ, അച്ചായനിപ്പം ഉണർന്നാലോ. ഇനിയൊരു നാൾ പോരാം ഞാൻ എൻ പ്രാണ നീർക്കോലി, ഇനിയൊരു നാൾ പോരാം ഞാൻ എൻ പ്രാണ നീർക്കോലി. വളവിനൊരു കുളമുണ്ട്, കുളത്തിനകത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഇരിക്കാൻ പോരുന്നോ ആംഗ്ലോണ്ടിയൻ എൻ കരളേ, ആംഗ്ലോണ്ടിയൻ എൻ കരളേ. സാധ്യമല്ല പെണ്ണെ, സാധ്യമല്ല പെണ്ണെ. നിന്റെ കത്തികെട്ടി ഈ നിമിത്തം എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ നിഷേധ ശബ്ദത്തിലെ ഞാൻ ഇവിടേക്ക് പാഞ്ഞു വന്നു. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്നെ പിരിയാൻ വയ്യാത്തതുകൊണ്ട്, നിന്നെ കാണാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. ഒന്ന് ഞാൻ പറയാം, എന്റെ കൂടെ നീ പറഞ്ഞു. ചേട്ടാ എന്താണ് അങ്ങനെ പറയുന്നത്? ചേട്ടാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, പ്രാണന തുല്യം സ്നേഹിക്കുന്നു ചേട്ടാ. പക്ഷേ ഞാൻ അവിവാഹിതയാണ് ചേട്ടാ. എനിക്ക് വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാത്രിയിൽ ഇവിടെ ഇല്ലെങ്കിൽ, അവർ ഉണർന്നാൽ എന്നെ കണ്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്നെ എല്ലാം നിനക്കറിയാൻ വയ്യേ. നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ചേട്ടാ ചേട്ടാ വേണ്ട വേണ്ട, ഞാൻ വരാം ചേട്ടാ, ഞാൻ വരാം. മനസ്സില്ല മനസ്സോടെ സഹൃദയരി. അവളുടെ സ്റ്റേഷന്റെ കൂടെ അവളെ എല്ലാമായി വിശ്വസിച്ച, അവൾ വിശ്വസിക്കുന്ന ആ നീർക്കൊള്ളുടെ കൂടെ അത് അവൾ യാത്രയായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ സ്പോട്ടിലേക്ക് പോയി 2.5 കിലോമീറ്റർ അകലെയുള്ള ഒരു മാളത്തിലേക്ക് ആ തവളെ വിളിച്ചുകൊണ്ട് നീർക്കോലി കയറി കഴിഞ്ഞു. ആ മാളത്തിനുള്ളിലേക്ക് എന്നിട്ട് തന്നെ പ്രാണസിയെ ആ നീർക്കോലി വായു കൊണ്ട് ചുറ്റിപ്പടർന്ന് മാറിനോട് ചേർത്തു. പ്രിയപ്പെട്ടവളെ, നീ സുന്ദരിയാ. എന്താ ഭയന്നു പോയി? അല്ല ചേട്ടാ, എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കരുത്, എനിക്ക് പേടിയാ.
ചേട്ടാ, ഞങ്ങളുടെ വർഗമൊക്കെ പറയുന്നത് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ കൊള്ളത്തില്ല എന്നാണ്. ചേട്ടാ, എന്റെ ചേട്ടൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചേട്ടൻ അങ്ങനെ ചിരിക്കരുത് ചേട്ടാ. എന്നെ നീ സുന്ദരിയാ, നീ അപ്സരസാണ്. ഷേക്സ്പിയറിന്റെ ദഷ്ടമണിയേക്കാൾ നീ സുന്ദരിയാണ്. നിന്റെ കണ്ണുകൾ എന്നെ ഹരം പിടിപ്പിക്കുന്നു, നിന്റെ കവളുകൾ എന്നെ ദാഹർത്തനാകുന്നു, നിന്റെ രൂപം എന്നെ വിശപ്പനാകുന്നു. പെണ്ണെ, ഒന്ന് ഞാൻ പറയാം, നിന്റെ കണ്ണുകൾ രണ്ടെണ്ണം വാട്ടുപോലെ, ചുണ്ടുകൾ രണ്ടും ടീസ്പൂണ് പോലെ. കണ്ണുകൾ രണ്ടെണ്ണം വട്ടുപോലെ, ചുണ്ടുകൾ രണ്ടും ടീസ്പൂണ് പോലെ. എന്താണ് ചേട്ടാ, ഒന്നുകൂടെ പറഞ്ഞ് കേക്കട്ടെ. കണ്ണുകൾ രണ്ടെണ്ണം വട്ടുപോലെ, ചുണ്ടുകൾ രണ്ടും ടീസ്പൂണ് പോലെ. കാലു നാലും മാക്രിക്കാലു പോലെ, കാലു നാലും മാക്രിക്കാലു പോലെ, വസ്ത്രമുടുക്കാത്ത സുന്ദരി നീ. അവളെ അപ്പോൾ അദ്ദേഹം വാലുകൊണ്ട് മാറിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വീണ്ടും പൊട്ടിച്ചിരിച്ചു. എന്നെ ഞാൻ ചോദിക്കട്ടെ, നീ പറഞ്ഞില്ലേ, നിന്റെ വർഗം പറഞ്ഞില്ലേ എന്റെ വർഗങ്ങൾ നിന്നെ ചവയ്ക്കാതെ വിഴുങ്ങുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, മത്സഹി നിന്നെ ഞാൻ ഇന്നു വിഴുങ്ങുകിൽ എന്തു ചെയ്യും നീ, എന്തു ചെയ്യും? മത്സഖി നിന്നെ ഞാൻ ഇന്നു വിഴുങ്ങുകിൽ എന്തു ചെയ്യും നീ, എന്തു ചെയ്യും? അവൾ അദ്ദേഹത്തിന്റെ മാറിനോട് ചേർന്ന് പറയാണ്, എൻ പ്രാണനായകൻ എന്നെ വിഴുങ്ങിയാൽ എന്തു ചെയ്യാനാ ഞാൻ, എന്തു ചെയ്യും? എൻ പ്രാണനായകൻ എന്നെ വിഴുങ്ങിയാൽ എന്തു ചെയ്യാനാ ഞാൻ, എന്തു ചെയ്യും? ആര്യപുത്ര, നീർക്കുലനാഥ, എന്നെ വിഴുങ്ങിക്കുള്ളൂ, എന്നെ വിഴുങ്ങുള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അങ്ങനെ വിഴുങ്ങുന്നവര് എന്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഞാൻ അങ്ങയുടേതാണ്. ഞാൻ അങ്ങേ എന്റെ ഹൃദയത്തിനോട് പ്രതിഷ്ഠ കഴിഞ്ഞു. എനിക്ക് അങ്ങേ പിരിഞ്ഞ് വേറൊരു ജീവിതമില്ല. ഇത് സത്യമാണ്, എന്റെ കാലാണ് സത്യം. ചേട്ടാ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സഹൃദയേ, പലതും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഭയപ്പെടുത്താത്ത നീർക്കോലി, അത് അവിടെ കഴിഞ്ഞുകൂടി അന്നത്തെ രാത്രി, ആ കാലരാത്രി അവിടെ അവസാനം. പിറ്റേ ദിവസം പ്രഭാതമായി. തന്റെ ഓമനമകളുടെ വരവും കാത്തുകൊണ്ട് അവളുടെ അമ്മ അവളുടെ വീടിന് ഉമ്മർത്ത് കുത്തിയിരിക്കുക. ഒരു മാതാവിന്റെ ദുഃഖം. പ്രായപൂർത്തിയായ ഒരു മകളെ കാണാത്ത ഒരു ശോചനീയ അവസ്ഥയില് ആ അമ്മ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? കാഴ്ചയിൽ പ്രായമുണ്ടെങ്കിലും കൂടുതൽ പ്രായമായിട്ടില്ല അവൾക്ക് ലോകത്തിൽ വിജ്ഞാനമില്ല, ലോകത്തിലൊന്നും അവൾക്ക് അറിയില്ല. അത് അവൾ വരുന്നു. അമ്മ ചാടി എഴുന്നേറ്റു. തന്റെ ഓവനെ മകളെ കണ്ട മാത്രം അമ്മ ഞെട്ടിത്തെറിച്ചു. കുടുംബത്തിനഭിമാനം മുഴുവൻ മുടിപ്പിച്ച വഞ്ചകി മകളെ, കഥ എന്തുവാ, നിന്റെ ഗതി എന്തുവാ, പ്ലാനിന്തുവാ, നിന്റെ പ്ലാനിന്തുവാ, എടി വഴിപഴിച്ചവളെ, നീ എവിടെയായിരുന്നു മോളെ? കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു? നിന്റെ അമ്മ ചോദിക്കുന്നു, കേൾക്കുന്നില്ലേ മോളെ? നീ എവിടെയായിരുന്നു? എടി, നിനക്ക് നാവില്ല, നീ എവിടെയായിരുന്നു? ഈ കുടുംബത്തിന്റെ എല്ലാം നീ തകർത്തില്ലേ? എടി, നിന്റെ കൂട്ടുകാരികളും ഈ നാട്ടുകാരും പറഞ്ഞ സത്യമാണോ? എന്താണമ്മച്ചി? എടി, നീ കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ വർഗശത്വ നീർക്കോലിയെ അതേമായിട്ട് നീ എവിടെ പോയി? മോളെ, നിന്റെ അമ്മ കേട്ടത് സത്യമാണോ? നീ അവനെ സ്നേഹിക്കുന്നു, ആ നീർക്കോലിയെ നീ സ്നേഹിക്കുന്നു മോളെ. നമ്മുടെ വർഗത്തെ ചവയ്ക്കാതെ വിഴുകുന്ന ആ ദുഷ്ടവർഗത്തെ നീ സ്നേഹിക്കുന്നു. എന്താണ് മോളെ ഇത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? ഒന്നേ ഉള്ളൂ, നീ ഓമനിച്ചു വളർത്തി. മോളെ, നീ അവനെ സ്നേഹിക്കരുത്. അവൻ നമ്മുടെ വർഗത്തെ ചവയ്ക്കാതെ വിഴുങ്ങും. അതവന്റെ വർഗത്തിന്റെ സ്വഭാവമാണ്. മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഉള്ളൂ. വയസ്സുകാലത്ത് ഞങ്ങൾക്ക് വയ്യാതെ കിടക്കുന്ന അവസരത്തിൽ ഊപ്പമേനെ പിടിച്ചേണ്ട നീയാണ് മോളെ.
ഊപ്പമീനെ പിടിച്ച് ഞങ്ങൾക്ക് തന്നത് നീയാണ്. നീ ഇങ്ങനെ നശിക്കരുത് മോളെ, നശിക്കരുത്. അമ്മച്ചി, എന്റെ പൊന്നമ്മച്ചി, എന്നോട് ക്ഷമിക്കൂ അമ്മച്ചി, എന്നോട് ക്ഷമിക്കൂ അമ്മച്ചി. അമ്മച്ചി, അമ്മച്ചി, എനിക്ക് എന്റെ നീർക്കൊലിച്ചേട്ടനെ മറക്കാൻ സാധ്യമല്ല അമ്മച്ചി. മോളെ, അതെ അമ്മച്ചി, എനിക്കതത്തെ മറക്കാൻ സാധ്യമല്ല. ഞാൻ ഒന്ന് പറയാം, നീർക്കൊലില്ലാതൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. എന്റെ ഭാവി വരണം അദ്ദേഹം. മോളെ, അവൾ തീർത്ത് പറഞ്ഞു. അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അമ്മയുടെ ആങ്ങള പറഞ്ഞാലും വകവയ്ക്കത്തില്ല, ഞാൻ വകവയ്ക്കത്തില്ല. അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അമ്മയുടെ ആങ്ങള പറഞ്ഞാലും വകവെക്കത്തില്ല, ഞാൻ വകവെക്കത്തില്ല. മകളെ, തവളെ, അവളുടെ അച്ഛനെന്ന് കുട്ടത്തി ഗർജിച്ചു. മോളെ, നീ പറഞ്ഞ സത്യമാണോ? നിന്റെ അമ്മ പറഞ്ഞ സത്യമാണ്? ഈ നാട്ടുകാർ പറഞ്ഞ സത്യമാണ്? നമ്മുടെ വർഗശത്രു ആ നീർക്കൊലിയെ, അതെ, അവനെ നീ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നെങ്കിൽ ഈ നിമിഷം അതിവിടെ അവസാനിപ്പിക്കണം. അച്ഛാ. മോളെ, നിന്റെ അച്ഛനാണ് പറയുന്നത്. ഇന്ന് വരെ സമൂഹത്തിന് മുമ്പില് അച്ഛൻ നട്ടല് വളച്ചിട്ടില്ല. അച്ഛന്റെ നട്ടല് നീ വളയ്ക്കരുത്. വളയ്ക്കാൻ നമ്മുടെ സമൂഹം മുഴുവൻ വളഞ്ഞു പോകും മോളെ. നമ്മുടെ സമൂഹം മുഴുവൻ വളഞ്ഞു പോകും. ഇല്ല അച്ഛാ, ഇല്ല. എനിക്ക് പ്രായപൂർത്തിയായി. എന്റെ നീർക്കൊലിച്ചാൽ എനിക്ക് മറക്കാൻ സാധ്യമല്ല. ഞാൻ ഇഷ്ടമായിട്ടൊരു പുരുഷനെ തെരഞ്ഞെടുത്തത് തെറ്റാണോ അച്ഛാ? തെറ്റാണോ? ഞാൻ ഏത് കോടതിയിൽ വന്നു പറയാം. തെറ്റാണോ? ഇല്ല അച്ഛാ, എനിക്ക് സൂഹിക്കണം, എനിക്ക് ജീവിക്കണം. അച്ഛൻ മഹാകവി ചങ്ങമ്പുഴയെ കുറിച്ച് അച്ഛൻ അറിയാൻ വയ്യേ? എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ഈ ജീവിതം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ഈ ജീവിതം. എന്തു വന്നാലും എനിക്കൊരു ജീവിതമില്ല. അതേപോലെ ശക്തിയാണ്, ജീവനാണ്, ബലമാണ്. അദ്ദേഹത്തെ ഞാൻ ജീവിക്കില്ല. എന്റെ ശക്തി ജീവന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്റെ നീർക്കൊലിച്ചേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ അച്ഛാ. ഇത് സത്യമാണ് അച്ഛാ. ഒന്ന് ഞാൻ പറയാം. മോളെ, നീ ഒന്നും പറയരുത്. കുട്ടത്തി കൈ ചൂണ്ടിക്കൊണ്ട് അലറി മകളെ തവളെ, കാലുകൊണ്ടടിച്ച് ഞാൻ കുളത്തിൽ തള്ളിത്താത്തി. തന്റെ ഓമന മകളുടെ കാലിനെ ആ പിതാവ് പിടിച്ചു. അവളെ വാരി അലക്കി. ഒട്ടക്കുളത്തിലുള്ള ചെളിക്കുള്ളിൽ അവൾ പൂണ്ടുപോയി. സഹൃദയൻ, വീട്ടുതരങ്കിൽ എന്ന പോലെ അവൾ ആ പൊട്ടക്കുളത്തിൽ തന്നെ കിടന്നു. ആ പൊട്ടക്കുളത്തിൽ ചെളിക്കുള്ളിൽ കിടന്നു. 3 ദിവസം കിടന്നു. തകർന്ന മനസ്സ് നിറഞ്ഞ കണ്ണുകളുമായി. ഇല്ല, അവളുടെ ആര്യപുത്രൻ വന്നില്ല, അവളുടെ സ്റ്റേഷനിൽ വന്നില്ല. ഇല്ല, അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വരുമായിരുന്നു. പക്ഷേ അദ്ദേഹം അറിഞ്ഞില്ല. എന്റെ മാതാപിതാക്കൾ എന്നെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? എന്റെ ഇഷ്ടമല്ല എന്നെ നീർക്കൊലിച്ചേട്ടൻ. എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കരുതോ? 4ാമത്തെ ദിവസം പച്ചപാദയാത്രയ്ക്ക് അവൾ ആ പൊട്ടക്കുളം താണ്ടി അവൾ വെളിയിലേക്ക് ഇറങ്ങി. അവൾ നീലാകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ അവളെ നോക്കി പൊട്ടിച്ചിരിക്കുക. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, അവരാരും അറിയാതെ ഇറങ്ങി. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, അവരാരും അറിയാതെ ഇറങ്ങി. അവൾ പൊട്ടക്കുളം താണ്ടി ആ വയൽ വരമ്പിലൂടെ അവൾ ചാടി വിളിച്ചു. നാദോ, നാദ, നാദോ, നാദ, നിരക്കൊല്ലി നാദ, നിരക്കൊല്ലി നാദ, നാദോ, നാദോ. അവിടെ എങ്ങും അദ്ദേഹത്തെ കണ്ടില്ല. അവളുടെ ആര്യപുത്രനെ കണ്ടില്ല. അവളുടെ ഇഷ്ടനെ കണ്ടില്ല. ഈശ്വര, എവിടെയാണ് എന്റെ മാതാപിതാക്കൾ? അദ്ദേഹത്തെ നശിപ്പിച്ചോ? ഇല്ല, അതിനുള്ള ധൈര്യം എന്റെ മാതാപിതാക്കൾക്കില്ല. അവൾ ആ വയലുകൾ കണ്ട കുറച്ച് കൊതുകുകളോടും മുഞ്ഞുകളോടും ചോദിച്ചു. വയലിൽ വിളയുന്ന മുഞ്ഞപ്പെണ്ണേ, വിളകൾ നശിപ്പിക്കും മുഞ്ഞപ്പെണ്ണേ, ഇന്നലെയോ രാവിലെയോ ഉച്ചയ്ക്കോ അന്തിക്കോ കണ്ടുവോ നിങ്ങളെ നീർക്കോലിയേ? വയലിൽ വിളയുന്ന മുഞ്ഞപ്പെണ്ണേ, വിളകൾ നശിപ്പിക്കും മുഞ്ഞപ്പെണ്ണേ, ഇന്നലെയോ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ കണ്ടുവോ നിങ്ങളൻ നീർക്കോലിയേ? കണ്ടോ 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 നിങ്ങൾ കണ്ടോ നേ, കണ്ടോ 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 നിങ്ങൾ കണ്ടോ നേ, കണ്ടോ 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 നേ, കണ്ടോ 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 നിങ്ങൾ കണ്ടോ നേ. ഇല്ല തവളപ്പെണ്ണേ, ഞങ്ങൾ ആരും കണ്ടില്ല. ആ മുഞ്ഞയും കൊതുകും പറഞ്ഞു. ഇല്ലേ,
കണ്ടില്ലേ എന്റെ ചേട്ടൻ എവിടെയാണ്? അവൾ വീണ്ടും വിളിച്ചു. ഓരോ കൈത കൊടുത്തിടയിലും കയറി ഇറങ്ങി വിളിച്ചു. നാദോ നാദാ നാദോ നിരക്കുലി നാദാ നിരക്കുലി നാദാ നാദോ നാദാ മാ മാ നാദോ മാ മാ നാദോ. അവസാനം അത് അങ്ങകലെ ഒരു വലിയ കൈത കൊടുത്തിടയിൽ നിന്നുണ്ട് ആ നീർക്കോൽ തലമുക്കി പൊട്ടിച്ചിരിച്ചു. അദ്ദേഹത്തെ കണ്ട മാത്രമേ അയ്യോ ചേട്ടാ അവൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ പാദത്തിലേക്ക് വീണു. ചേട്ടാ 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 നമ്മുടെ ബന്ധം തകർന്നല്ലോ. അയ്യോ ചേട്ടാ എന്നെ വലയ്ക്കല്ലേ. വീട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് പോന്നു, നാട്ടിൽ നിന്നും ചേട്ടന്റെ വീട്ടിൽ പോന്നു. അയ്യോ ദാരദിന്ദന്ദ ഒരുപാട് തല്ലിയേ. അച്ഛൻ ഭാര്യയിലെത്തി ഞാൻ ചാത്താലും വീട്ടിലേക്ക് ഇനിമേലില്ല ബന്ധമില്ല. അയ്യോ ദാരദിന്ദന്ദ ഒരുപാട് തല്ലിയേ. അച്ഛൻ ഭാര്യയിലെത്തി ഞാൻ ചത്താലും വീട്ടിലേക്ക് ഇനിമേലില്ല ബന്ധമില്ല. ചേട്ടാ ചേട്ടാ പൊന്നു ചേട്ടാ ചേട്ടാ എന്നെ രക്ഷിക്കില്ലേ, എന്നെ സ്വീകരിക്കില്ലേ ചേട്ടാ. എന്റെ ദുഃഖങ്ങൾ അറിയുന്നില്ലേ ചേട്ടാ. നമ്മൾ തമ്മിൽ സംസാരിച്ചു. ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടെന്ന് വീട്ടിലേക്ക് പോയ ഒരു ഒറ്റ കാരണത്താൽ എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ തറങ്ങിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. എന്റെ ചേട്ടൻ എന്റെ ദൈവമാണ്, എന്റെ ചേട്ടൻ എന്റെ എല്ലാമാണ് ചേട്ടാ. അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്. പെണ്ണേ നീ വന്നു അല്ലേ? നിന്റെ മാതാപിതാക്കൾ നിന്നെ ധിക്കരിച്ചു, നീ എന്റെ സവിധത്തിലേക്ക് വന്നു. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാസങ്ങളായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ? അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചേട്ടാ എന്നെ അങ്ങനെ നോക്കിച്ചിരിക്കരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ? ചേട്ടാ ചേട്ടാ നമുക്ക് എന്നെ അച്ഛനൊക്കെ ഒത്തിരി ഉപദ്രവിച്ചു ചേട്ടാ. വരൂ പെണ്ണെ, നമുക്ക് ആ കൈതക്കൂടത്തിനിടയിലേക്ക് പോവാം. നീർക്കോലി അവളെ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ കൈതക്കൂടത്തിനിടയിലേക്ക് ചെയ്യുന്നു. അതിനുള്ളിലേക്ക് എന്നിട്ട് വീണ്ടും അവളെ വാലുകൊണ്ട് മാറിനോട് ചേർത്തു. ചോദിച്ചു നീർക്കോലി. വീണ്ടും ചോദിക്കുകയാണ്, പെണ്ണെ നിന്റെ വർഗ്ഗങ്ങൾ പറഞ്ഞില്ലേ എന്റെ വർഗ്ഗം നിന്റെ വർഗ്ഗത്തെ ചവയ്ക്കാതെ വിഴുങ്ങുമെന്ന്? നീ അത് വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ഇല്ല. എന്താ വിശ്വസിക്കാത്തത്? എന്റെ ചേട്ടൻ എന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്റെ ചേട്ടന്റെ കണ്ണുപോലെ തന്നെ ചേട്ടൻ എന്നെ ഇഷ്ടമാണ്. ചേട്ടൻ എന്നെ പ്രാണനാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, മത്സഖി നിന്നെ ഞാൻ ഇന്നു വിഴുങ്ങിയാൽ എന്തു ചെയ്യും നീ ഇന്നെന്തു ചെയ്യും? മത്സഖി നിന്നെ ഞാൻ എന്തു വിഴുങ്ങുകയും എന്തു ചെയ്യും നീ ഇന്നെന്തു ചെയ്യും? അവൾ അദ്ദേഹത്തിന് മാറിനോട് വീണ്ടും ചേർന്ന് പറയുകയാണ്, എൻ പ്രാണനായകൻ എന്നെ വിഴുങ്ങിയാൽ എന്തു ചെയ്യാനാ ഞാൻ എന്തു ചെയ്യും? എൻ പ്രാണനായകൻ എന്നെ വിഴുങ്ങിയാൽ എന്തു ചെയ്യാനാ ഞാൻ എന്തു ചെയ്യും? നിർക്കുറിച്ചേട്ടാ, ഞാൻ അന്നേ പറഞ്ഞു അങ്ങനെ വിഴുങ്ങുന്നെങ്കിൽ വിഴുങ്ങിക്കൂ. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുകയാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ ചേട്ടൻ എന്നെ വിഴുകത്തില്ല എന്ന്. പ്രിയപ്പെട്ടവളെ, നീ എന്റേതാണ്. എന്റേത് മാത്രമാണ് നിർക്കോലി. അവളെ ശരീരത്തോട് ചേർന്ന് നിന്ന് അവളെ വാരിപ്പുണർന്നു. അവൾ പറഞ്ഞു, ചേട്ടാ എന്താണിത്? ശോ, വണ്ടൂരെ കാണും. പിന്നെ ഈ പകല് പട്ടാപ്പകലാണോ എന്നെ ഇങ്ങനെ വാരിപ്പുണരുന്നത്? വീണ്ടും നീർക്കൂലി അവളെ വാരിപ്പുണർന്നുകൊണ്ടേയിരുന്നു. ലജ്ജാവതി അവളുടെ ആര്യപുത്രന്റെ വാ പൊളിഞ്ഞിരിക്കുന്ന കണ്ട് ലജ്ജാവതി അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. സഹൃദയരെ, ഈ സമയത്ത് അതാ നീർക്കൂലി അത് അവളോട് വീണ്ടും അടുക്കുകയാണ്. ചേട്ടാ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, നമുക്ക് അടുത്ത മാസം എന്റെ വീട്ടിൽ പോകാൻ ചേട്ടാ. എന്റെ വീട്ടിൽ പോകാം. എന്റെ വീട്ടില് എനിക്ക് തനിച്ച് പോകാൻ പേടിയാണ് ചേട്ടാ. ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്നെ ഉപദ്രവിക്കില്ല. സത്യമായിട്ട് എനിക്ക് ചേട്ടന് പേടിയാ അവർക്ക് കേട്ടോ. എനിക്ക് അച്ഛനും അമ്മച്ചിക്കും ഒക്കെ പേടിയാ ചേട്ടാ. ചേട്ടാ നമുക്ക് അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞ് പോകാൻ ചേട്ടാ. എന്റെ കൂട്ടുകാരികളൊക്കെ കാണണം നമ്മളവിടെ ചെല്ലുന്നത്. എന്റെ കൂട്ടുകാരികൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് അതിശയം വിചാരിക്കും. അവര് പറഞ്ഞ ചേട്ടന്റെ വർഗത്തെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞ അല്ല, സാധാരണ നീർക്കോലിയല്ല എന്റെ ചേട്ടൻ. എന്റെ ചേട്ടൻ നല്ലവനാണ്. എന്റെ ചേട്ടൻ മാത്രമേ നല്ലവനായിട്ട് ഈ ഭൂമിയിലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ 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 എനിക്ക് ശരീരത്തിന് പുളകം കൊള്ളുകയും ഇക്കിള് കൊള്ളുകയും ശ്വാസം മുട്ടുകയും ചെയ്യും ചേട്ടാ. എന്നെ വിടി ചേട്ടാ. ചേട്ടാ എന്നെ വിടി ചേട്ടാ. ചേട്ടാ എനിക്ക് പുളകം കൊള്ളുകയും ഇക്കിള് കൊള്ളുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്ന എന്നെ വിടി ചേട്ടാ. ചേട്ടാ ചേട്ടാ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് പോകാൻ ചേട്ടാ. ചേട്ടാ
നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് പോകാം. മറ്റുള്ളവർ കാണുക, എന്റെ വർഗ്ഗങ്ങൾ കാണുക, നമുക്ക് ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു ജീവിതം നയിക്കണം. ചേട്ടാ ചേട്ടാ ഞാൻ പറയുന്നത് കേൾക്കൂ ചേട്ടാ. ചേട്ടാ എനിക്ക് ശ്വാസം മുട്ടുന്നു ചേട്ടാ. എന്താണ് ചേട്ടാ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? ചേട്ടാ വിടി ചേട്ടാ. ചേട്ടാ വിടി ചേട്ടാ. ചേട്ടാ വലിയൊരു കാണും ചേട്ടാ. വിടി ചേട്ടാ. ചേട്ടാ വിടി ചേട്ടാ. ചേട്ടാ നമുക്ക് അടുത്ത ആഴ്ച പോകാം ചേട്ടാ. എന്റെ അമ്മയെ കാണാത്തോണ്ട് എനിക്ക് ദുഃഖമുണ്ട്. അവർ കാണണം, നമ്മൾ ഇവിടെ ചെന്ന് കാണണം. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് അച്ഛനോടും അമ്മയോടും കൂടെ അവിടെ താമസിക്കാം ചേട്ടാ. നമുക്ക് ഒരുമിച്ച് താമസിക്കാം ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്റെ ശരീരമൊക്കെ വേദന എടുക്കുന്നു ചേട്ടാ. ചേട്ടാ തമാശ കളയും ചേട്ടാ. എന്നെ വിടി ചേട്ടാ. എന്താണ് ചേട്ടാ ഇങ്ങനെ? പിന്നെ ചേട്ടാ എന്നെ വിടി ചേട്ടാ. ചേട്ടാ ചേട്ടാ നമുക്ക് നാളെ തന്നെ പോകാം ചേട്ടാ. ചേട്ടാ നമുക്ക് നാളെ തന്നെ പോകാം ചേട്ടാ. ചേട്ടാ 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 എന്റെ ശരീരമൊക്കെ വേദന എടുക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടുന്നു ചേട്ടാ. ചേട്ടാ എന്നെ കെട്ടിപ്പിടിക്കാതെ, എന്നെ വാരി കൊണ്ടിരാതെ വിടും ചേട്ടാ. എനിക്ക് ശ്വാസം മുട്ടുന്നു ചേട്ടാ. ചേട്ടാ എന്റെ തല മാത്രമേ വെളിയിലുള്ളൂ കേട്ടോ. തമാശകള കേട്ടോ. എന്റെ തല മാത്രമേ വെളിയിലുള്ളൂ, ബാക്കി മുഴുവൻ ചേട്ടനെ വായിക്കാത്ത. എന്തിനാ ചേട്ടാ ഇങ്ങനെ കാണിക്കുന്നത്? വല്ലതും കണ്ട എന്ത് വിചാരിക്കും? ചേട്ടാ നമുക്ക് ഇന്ന് തന്നെ പോകാൻ ചേട്ടാ. എന്റെ വീട്ടിൽ പോകാൻ ചേട്ടാ. ചേട്ടാ എന്റെ വീട്ടിൽ പോകാൻ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഒന്ന് പറയൂ ചേട്ടാ. എന്റെ പൊന്നു ചേട്ടന് ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്റെ ശരീരം വേദന വെക്കുന്നു ചേട്ടാ. ചേട്ടാ അയ്യോ എന്റെ ശരീരം വേദന. ചേട്ടാ 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 ചേട്ടൻ എന്നെ വിഴുങ്ങുവാണോ? എന്റെ ചേട്ടൻ എന്നെ വിഴുങ്ങുവാണോ? എന്റെ പൊന്നു ചേട്ടൻ, എന്റെ നീർക്കൊള്ളി ചേട്ടൻ എന്നെ വിഴുങ്ങുവാണോ? അല്ലെന്ന് എനിക്കറിയാം. എന്തിനാ ചേട്ടാ ഇങ്ങനെ തമാശ കാണിക്കുന്നു? ചേട്ടാ തമാശ കളയും. എന്റെ ശരീരക്ക് വേദന എടുക്കുന്നു. എന്റെ ശരീരത്തോട് ചോര വരുന്നു, രക്തം വരുന്നു ചേട്ടാ. എന്നെ വിടി ചേട്ടാ. ചേട്ടാ 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 എന്റെ ചുണ്ട് മാത്രമേ വെളിയിലുള്ളൂ ചേട്ടാ. എന്റെ ശരീരത്തോട് രക്തം ഒഴുകുന്നു ചേട്ടാ. ചേട്ടാ എന്റെ ചാറ്റ് പൊളിയുന്നു ചേട്ടാ. ചേട്ടന്റെ പല്ലുകൊണ്ട് എന്റെ ഹൃദയം പൊട്ടി തകരുന്നു ചേട്ടാ. ചേട്ടാ ചേട്ടാ എന്റെ പൊന്നു ചേട്ടൻ എന്നെ വിഴുങ്ങുവാണോ? ചേട്ടാ എന്റെ വർഗ്ഗങ്ങൾ പറഞ്ഞ സത്യമാണോ ചേട്ടാ? നിങ്ങളുടെ വർഗത്തെ സ്നേഹിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞത് സത്യമാണോ ചേട്ടാ? എന്റെ ചേട്ടനാ ആ സ്വഭാവം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കണോ? ഇല്ല ഇല്ല ഇല്ല. അയ്യോ ദൈവമേ ദൈവമേ എന്നെ രക്ഷിക്കില്ലേ ചേട്ടാ. എന്റെ പൊന്നു ചേട്ടൻ, എന്റെ എല്ലാമെല്ലാമാ ഞാൻ സ്നേഹിച്ച, ഞാൻ പൂജിച്ച എന്റെ പൊന്നു ചേട്ടൻ എന്നെ വിഴുങ്ങുവാണോ ചേട്ടാ? എന്റെ മാതാപിതാക്കൾ പറഞ്ഞ സത്യമല്ലേ? എന്റെ കൂട്ടുകാർ പറഞ്ഞ സത്യമല്ലേ? എന്റെ വർഗ്ഗങ്ങൾ പറഞ്ഞ സത്യമല്ലേ? ഇല്ല ഇല്ല ചേട്ടാ ഇല്ല. എന്നെ വിളിക്കരുത് 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 ചേട്ടാ. വിടോ 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 വിടോ. വിടറാ വിടറാ വിടടാ 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 വിടടാ. അല്ലെങ്കിൽ വേണ്ട, നീ വിടരുത്. നീ വിട്ടാൽ ഞാൻ ജീവിക്കില്ല. ഈ ഭൂമിയില് എന്റെ എല്ലാമെല്ലാമാ ഞാൻ ആദ്യം സ്നേഹിച്ചത് തന്നെയാണ്. എന്റെ സ്നേഹം ഇവിടെ കൊണ്ട് തന്നെ അവസാനിക്കട്ടെ. എന്നെ വിടരുത് ചേട്ടാ. എന്നെ വിട്ടാൽ ഞാൻ ജീവിക്കില്ല. എന്റെ ശരീരമൊക്കെ തോടിഞ്ഞ് തകർന്ന് ചേർന്ന് വായിക്കൊള്ളിരിക്കുകയാണ്. എന്റെ കഴുത്തുൾപ്പോടെ ചേർന്ന് വായിക്കാതിരിക്കുകയാണ്. എന്നെ വിടരുത് ചേട്ടാ. എന്നെ വിടരുത് ചേട്ടാ. എന്നെ വിടരുത്. വിഴുങ്ങ് 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 വിഴുങ്ങടാ 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 വിഴുങ്ങ് 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 വിഴുങ്ങ്. നാ 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 നാ. സഹൃദയരെ, ഇതുപോലെ നമ്മുടെ കഥയിലെ നായകനെ പോലെ വളരെയധികം നീർക്കോലുകൾ ഈ നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ള നമ്മുടെ നായികയെ പോലെ പരിശുദ്ധയായ തവളകളെ നിങ്ങൾ സൂക്ഷിക്കുക. ബഹുമാന്യരെ, നമ്മളെല്ലാവരും പാക്കപ്പലിൽ കയറി ഈ മരതകദ്വീപിലേക്ക് പോകുന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് പറയുമ്പോഴാണ് ഈ അടുത്ത നാളിലെ ഇപ്പൊ പാക്കപ്പലല്ല, ഇപ്പോഴും നല്ല മുട്ട മൂട്ട കപ്പലാണ് അല്ലേ? നമ്മുടെ കൊച്ചി തുറമുഖത്തും പല ബോംബെ തുറമുഖത്തൊക്കെ കാണാവുന്ന മനോഹരമായ കപ്പലാണ്. പക്ഷേ ഈ കപ്പലിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഒരു യാത്രയെ കുറിച്ച് പറയുമ്പോഴാണ്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും കപ്പലിലേക്ക് കയറി പുറംകടലിലേക്ക് പോയി. എന്തിനാണെന്നറിയാമോ? ആ പുറംകടലിലെ മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ, ഗവേഷണം നടത്താൻ വേണ്ടി. പക്ഷെ ആ കൂട്ടത്തിൽ ആ കോളേജിൽ പ്യൂണാകുന്ന മത്തായിച്ചേട്ടൻ, 60 വയസ്സ് പ്രായമുള്ള മത്തായിച്ചേട്ടനും ഉണ്ടായിരുന്നു. ഒരു ഹെൽപ്പ്, സഹായത്തിന് വേണ്ടി അവരിൽ ആ കപ്പൽ അങ്ങനെ പുറംകടലിലേക്ക് പായുകയാണ്. ആ പുറംകടലിൽ ചെന്നപ്പോഴത്തേനെ അത് ആ പുറംകടലിലുള്ള മത്സ്യങ്ങളെ കണ്ടു. ആ കടലിലുള്ള മത്സ്യങ്ങളെ കണ്ടു. അയ്യോ ആണ്ട തെരണ്ടി, ആണ്ട വാള, ആണ്ട മത്തി മത്തി, അയ്യോ അയ്യോ ദേ മത്തി കണ്ടേ.
എല്ലാരും അങ്ങനെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുന്ന അവസരത്തില് ആ കോളേജിലെ ലൂസി എന്ന് പേരായ ഒരു പെണ്ണ് ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണു. ലൂസി വീണു. അയ്യോ ലൂസി, ലൂസിയെ രക്ഷിക്കൂ, ലൂസിയെ രക്ഷിക്കൂ. പ്രിൻസിപ്പൾ എവിടെ ലൂസിയെ രക്ഷിക്കൂ. എല്ലാവരും വിളിച്ചു പോകി, ആരും ലൂസിയെ രക്ഷിക്കുന്നില്ല. ബഹുമാന്യരെ, ലൂസി മരണത്തോട് മല്ലടിക്കുകയാണ്. അവസാനം എല്ലാവരെയും ധൈര്യത്തെ പിന്നിലായിക്കൊണ്ട് ആ കോളേജിലെ 60 വയസ്സ് പ്രായമുള്ള മത്തായി ചേട്ടൻ അത് ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി. ആരോ കയറിട്ട് കൊടുത്ത് ലൂസിയെ പിടിച്ചുകൊണ്ട് മത്തായി ചേട്ടൻ ആരോ ഒതുവൃത്തിൽ ആ കയറിൽ പിടിച്ച് കയറി കഴിഞ്ഞു. മത്തായി ചേട്ടൻ 60 വയസ്സായ മത്തായി ചേട്ടന്റെ ധീരതയെ കുറിച്ച് എല്ലാവരും പ്രശംസിച്ചു. പിന്നെ മത്തായി ചേട്ടൻ സംസാരിച്ചിട്ടില്ല. മത്തായി ചേട്ടനെ കൊണ്ട് ആരും സംസാരിച്ചിട്ടില്ല, സത്യം പറയാമല്ലോ. പിന്നെ യാത്ര തുടർന്നില്ല. അവരെ ആ കോഴിക്കോട് കടപ്പുറത്ത് കപ്പലടുപ്പിച്ചു. ആ വിദ്യാർത്ഥികളെ അധ്യാപകർ മത്തായി ചേട്ടനെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. മത്തായി ചേട്ടന്റെ ധീരത ആ നാട്ടിൽ മുഴുവൻ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുഖ്യമന്ത്രി വരെ മത്തായി ചേട്ടന്റെ ധീരതയെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിച്ചു. മാത്രമല്ല ആ നാട്ടുകാരും ആ കോളേജിലെ പ്രിൻസിപ്പളും വിദ്യാർത്ഥികളും കൂടി ഈ മത്തായി ചേട്ടന്റെ ധീരതയ്ക്ക് വേണ്ടി 5100 രൂപയുടെ ഒരു പണക്കിഴി ഈ മത്തായി ചേട്ടനെ സംഭാവന ചെയ്യാൻ വേണ്ടി എല്ലാവരും തീരുമാനിച്ചു. സമ്മാനമായിട്ട് ധീരതയ്ക്ക് വേണ്ടിയുള്ള അവാർഡ് മെറിറ്റായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ പൊതുവിധിയിൽ വെച്ച് ജനകോടികളുടെ മധ്യത്തില് നമ്മുടെ മത്തായി ചേട്ടനെ പിടിച്ചിരുത്തി നമ്മുടെ മന്ത്രിമാരെല്ലാം പ്രസംഗിച്ചു. അവസാനം ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഹർഷാരവം മുഴങ്ങി. മത്തായി സംസാരിക്കണം. ഉടനെ ആ സംഘാടകരെ മത്തായി ചേട്ടനെ അമ്മായിക്കുന്ന സമയത്തേക്ക് കൊണ്ടുവരികയാണ്. മത്തായി ചേട്ടന് കപ്പലിൽ നിന്ന് കടലിൽ പോയതിനു ശേഷം പിന്നെ ആദ്യമായിട്ട് സംസാരിക്കുക. 5100 രൂപ കൊടുത്തു, ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്ത്. അത് 2 കൈ നീട്ടി വാങ്ങി മത്തായി ചേട്ടൻ ഇളയ മാടകയിൽ ഏൽപ്പിച്ചു. അതിനുശേഷം മത്തായി ചേട്ടൻ ആ ശീലയ്ക്ക് പറയുകയാണ്, ബഹുമാനപ്പെട്ട എന്റെ നാട്ടുകാരെ, എന്റെ പ്രിൻസിപ്പളായ മാന്യം ഈ കോളേജിലെ പിള്ളേർക്കും വിദ്യാർത്ഥികൾക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ മരിച്ചില്ല. ലൂസി കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ സമയത്ത് ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് 5100 രൂപയുടെ ഒരു പണക്കിഴി സംഭാവനയായിട്ട് തന്നു. അത് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ നാമധേയത്തിലും എന്റെ നാമധേയത്തിലും ഞാൻ സ്തുതി പറയുന്നു. പക്ഷേ ആ ലൂസി എന്ന് പറയുന്ന ആ പെങ്കുച്ച് കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണപ്പോഴത്തേക്ക് ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ആരാണ് കടലിലേക്ക് ഉന്തിയിട്ടെന്നുള്ളവർ എന്നോട് പറയണം. അതിവിടെ വെച്ച് എനിക്ക് അറിയണം. ഞാൻ മനഃപൂർവ്വം ചാടിയതല്ല. എന്നെ ഉന്തിവിട്ടാൻ ആരാണല്ലോ അവൻ ഗതി പിടിക്കത്തില്ല. ആരോ കയറി നിന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. വെപ്രാളത്തിന് ഞാൻ കയറി പിടിച്ചത് ലൂസിയുടെ മുടിക്കുത്തിനായി പോയി. രണ്ടാമത് കയറി പിടിച്ചത് കയറലായിപ്പോയി. അങ്ങനെ എന്റെ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ്. എനിക്ക് ഈ ഒരു അറിയണം. ഇത് മത്താച്ചേട്ടൻ അങ്ങനെ പറയുകയാണ്. ബഹുമാനരെ, ഇതുപോലെ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. നിങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കണം. അതാ നമ്മുടെ പാക്കപ്പില് ആ മർദ്ദഗതി ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ മുൻപോട്ട് അങ്ങനെ ചീരിപ്പായുകയാണ്. ബഹുമാനരെ, നമ്മുടെ നായിക അവൾ ഇഷ്ടപ്പെട്ട പുരുഷനെ സ്നേഹിച്ചു. അതിനവിടെ മാതാപിതാക്കൾ അവളെ എതിർക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്, അല്ലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നത്. വിവരമുള്ളവരുടെ കാര്യം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് വിവരമില്ലാത്ത എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കുറിച്ച് ഞാൻ കണ്ടമാനം ചിന്തിച്ചു പോവുകയാണ്. ഞങ്ങളുടെ സുഹൃത്താണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസവും ഇല്ല, ബുദ്ധി കാര്യമായിട്ട് വളരുന്നില്ല. അദ്ദേഹം വീട്ടിലൊരു ഒറ്റ മകനായത് കാരണം ഈ മോനെ കൂട്ടുകാരെല്ലാവരും കൂടി അവരെ അച്ഛനൊക്കെ നിർബന്ധിച്ച് ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി വിടുകയാണ്. ഈ പുള്ളിക്കാരൻ അവിടെ ചെന്ന് അബദ്ധത്തിൽ എങ്ങനെയൊക്കെ ഒത്തിരി അബദ്ധം സംഭവിച്ചു, എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു, എന്തൊക്കെയോ തെറ്റുകളൊക്കെ ഉണ്ടായി. ആ വിവരം വന്ന് ഈ കൂട്ടുകാരനോട് വന്ന് പെണ്ണ് കാണലും കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ സുഹൃത്തുക്കളെല്ലാം കൂടി ഈ മണ്ടനാകുന്ന ഈ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, എന്റെ ചേട്ടാ ഞാൻ പോയി കണ്ടു, നല്ല മുട്ടൻ പെണ്ണ ചേട്ടാ. ചേട്ടാ അവിടെ വലിയ പ്ലങ്കാവാ. വലിയ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് വലിയ നടയല്ലേ, അവിടെ അതില്ല. അത് ഇങ്ങനെ ഞാനവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഞാനവിടെ ചെന്നോണ്ട് ചോദിച്ചു പെണ്ണെന്തിയെ, പെണ്ണിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു പെണ്ണ് മുകളിലത്തെ നിലയിലായിരിക്കുന്നെന്ന് പറഞ്ഞു. 2-3 നിലയുണ്ട്. എന്നിട്ട് അയ്യേ ഒരു മണ്ടത്തരം. അവര് 2-3 നിലയുടെ വലിയ മുട്ടൻ വീട് പണിതിട്ട് ചേട്ടാ വീട്ടിനകത്ത് കയറാൻ നടയില്ല ചേട്ടാ. ഞാൻ പറയും നിങ്ങൾ തന്നെ എങ്ങനെയാ ഈ വീട് പണിയുന്നത്? ഇങ്ങനെയാണോ വീട്? ഇതാണോ വീട്? അതിന് നട വേണ്ട, നടയില്ലാത്ത വീട് തന്നെ വീട് നട എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ചേട്ടാ അതാ രസം. അവരെ ഞാനിത് പറയുമ്പോൾ നടയില്ലെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ പിടിച്ചു വലിച്ച് എന്നെ ഒരു മുറിക്കകത്ത് കയറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് കഥകളെല്ലാം കൂടെ പിടിച്ച് അങ്ങോട്ട് അടച്ചിട്ട് ഏതാണ്ട് നൃത്തപ്പനാടിയെ പിടിച്ചൊരു ഒറ്റ ഞെക്ക അതങ്ങ് പൊങ്ങിപ്പോയെന്ന് ഞാനെങ്ങും അല്ലാതായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ നൃത്തപ്പനാടിയെ പിടിച്ചൊരു ഒറ്റ ഞെക്ക്. അപ്പൊ അതവിടെ നിന്നു. അപ്പൊ ഞങ്ങൾ പ്ലഗാവിന്റെ കൂടുതൽ
അതെന്തോ അത് ആ, ഞാൻ ചോദിച്ചു കയറിപ്പോയ സാമാനത്തിന്റെ പേരാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അതിന്റെ പേരാണ് ലിഫ്റ്റിങ്ങോ എന്ന് പറഞ്ഞു. ലിഫ്റ്റിംഗ് അല്ല ലിഫ്റ്റ് ലിഫ്റ്റ് എന്താ? ലിഫ്റ്റ് ആ അത് തന്നെ അത് തന്നെയാ. ആ ചേട്ടാ എന്നിട്ട് ഇവര് ഇപ്പനാടി പിടിച്ചൊരു ഞെക്കില്ലേ ഞാൻ ചോദിച്ചു അതിന്റെ പേരാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറയാം അതിന്റെ പേരാണ് സുജ്ഞെന്ന്. സുജ്ഞല്ല സ്വിച്ച്. ആ അത് തന്നെയാ അവരും പറഞ്ഞു അതാന്നാ പറഞ്ഞത്. ഉടനെ കഥകളെല്ലാം കൂടെ പിടിച്ച് തുറന്നിട്ട് വേറെ മുറി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവര് മര്യാദക്കാരാ കേട്ടോ. എനിക്കൊരു കസേര വലിച്ചിട്ട് വന്നു ചേട്ടാ ഇരിക്കാൻ പറഞ്ഞൊരു മുട്ടൻ കസേര. എന്റെ ദൈവം കർത്താവ് ഞാൻ അവത്തിലോട്ട് കയറി അങ്ങോട്ടിരുന്നു. അവിടെ പെട്ടെന്ന് ഞാനും എഴുന്നേറ്റുണ്ട്. ആ പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിരുന്നു. അണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചേട്ടാ ഇതെന്നാ കളിയാ ഇരിക്കുമ്പോ എഴുന്നേക്കുന്ന കസേരയോ ഇതെന്നാ കസേര ചോദിച്ചപ്പോ അവര് പറയാം അത് പ്രിഞ്ഞമ്പോഞ്ചോ വാന്ന്. ആ അതാണ് അവര് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വല്ല കുറണ്ടിപ്പലയ്ക്കാ വല്ലതും മതിയെന്ന് പറഞ്ഞു. അവരെ എനിക്കത് തന്ന് ഞാൻ അവർക്ക് കയറി കേട്ടോ. അത് കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചു നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ദാഹം വന്നിട്ട് എനിക്ക് പരവാക്കി കൊടുക്കുക. ഞാൻ വീട്ടിലാണെങ്കിൽ പിന്നെ രാവിലെ ഒത്തിരി മോരും വെള്ളം കുടിക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞു. എന്റെ ദൈവം കർത്താവ് അവർ പറഞ്ഞത് ഇത്രയും നീളമുള്ള ഒരു വെട്ട് ഗ്ലാസിനകത്ത് ഒരു ഗ്ലാസ് മഞ്ഞ കളറിലുള്ള വെള്ളം ഒരു കുഴലും കൂടി ഇട്ട് എന്റെ കൊണ്ട് തന്നിട്ട് പറയാ കുടിച്ചോളെ. എന്റെ ദൈവകർത്താവ് ഞാൻ അത് മേടിച്ച് കുടിച്ച് എന്റെ അണ മുഴുവൻ തണുത്ത് പോയത്. അത് കഴിഞ്ഞപ്പോ അതിനകത്ത് ആ കുഴലില്ലേ ആ കുഴല് അത് ഞാൻ കടിച്ചു പറിക്കുന്നു നല്ല രുചിയായിരുന്നു കേട്ടോ. പറഞ്ഞ് അവരൊന്ന് വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. അത് തിന്നാനുള്ള കുഴലല്ലെന്ന് പറഞ്ഞു വലിച്ചു കുടിക്കാനുള്ള കുഴലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുഴലാണ് ഞാൻ ഇന്നും കുടിച്ചോണ്ടിരിക്കുന്നത്. മഞ്ഞ കളറുള്ള വെള്ളം എന്നാ തണുപ്പാന്നറിയോ മുട്ടൻ തണുപ്പാ. നമ്മൾ ഈ ഐസ് മിഴുങ്ങുന്നോണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോ എന്റെ പൊന്നി ചേട്ടാ എന്നോട് ചോദിച്ചു നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ രാവിലെയാണ് 5 പ്രാവശ്യം പഴങ്കഞ്ഞി കഴിക്കുന്ന സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നി ചേട്ടാ ഒരു മുറിക്കകത്ത് കയറാൻ നേരത്തെ അവര് പറയാ അതിന്റെ പേരാണ് ഡൈവിംഗ് ഹാൾ എന്ന് പറഞ്ഞു. ഡൈവിംഗ് ഹാൾ അല്ല ഡൈനിങ് ഹാൾ. അങ്ങനെയാണ് അവര് പറഞ്ഞത്. അവിടെ ചെന്നപ്പോ ഒരു മുട്ട മേശയാണ്. ആ മേശയിലാണെങ്കിൽ നമ്മുടെ റൊട്ടിക്ക് അവര് പറയാ ബെഡെന്ന് ഞാനെങ്ങും അല്ലാതായിപ്പോയി. അത് തന്നെ അതാണ് അവര് പറഞ്ഞത്. അതൊരു പാത്രത്തിൽ എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് കറി എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ സാധാരണ എല്ലാം കൈ കൊണ്ടല്ലേ വാരി തിന്നുന്നേ. പക്ഷെ അവരതല്ലെന്നേ ഇതെല്ലാം കൂടെ കുത്തിയും പറിച്ച് തിന്നൊരു സാമാനത്തിന്റെ പേരുണ്ട് എന്നാ അതിന്റെ പേരിന് പാരയല്ലെന്നേ. ഈ കപ്പയ്ക്കൊക്കെ ഇട കളിക്കുന്ന പോലെ ഒരു ചെറിയ സാധനം മുപ്പല്ലി അല്ലേ ചേട്ടാ നമ്മള് മുപ്പല്ലി വായിക്കാത്ത മുപ്പയ്ക്ക് അങ്ങനെയാണ് അവര് പറഞ്ഞത്. എന്നിട്ട് ആ ഇത്തപ്പനാടി കൊണ്ട് മറ്റേ ഇത്തപ്പനാട് ആ ബ്രെഡ് ഇത്തപ്പനാടിക്കിട്ട് കുത്തുകയും പറിക്കുകയും തിന്നെ ഞാനെങ്ങും അല്ലാതായിപ്പോയി. എന്നോട് പറഞ്ഞു അങ്ങനെ തിന്നാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തിന്നോ ചത്താ തിന്നത്തില്ല ഈ കുന്തം എന്റെ വായിക്കകത്ത് കയറിപ്പോയെങ്കിലോ. അവരപ്പുറത്തോട്ട് പോയപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ മുഴുവൻ കൈ കൊണ്ട് വാരിയൊക്കെ തിന്ന എന്റെ കൈയെ മുഴുവൻ അഴുക്ക് പറ്റി. പറഞ്ഞ അവര് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കൈ കഴുകണം എനിക്ക് ഇച്ചിരി വെള്ളം തരണമെന്ന് പറഞ്ഞു. പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ കുളിമുറിയില്ലേ അതിനവര് പറയാ ബാത്റൂമെന്ന്. അതാണ് അവര് പറഞ്ഞത്. അതിനകത്ത് പൈപ്പുണ്ട് പോയി തിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്റെ ദൈവം കർത്താവേ ഞാൻ അങ്ങോട്ട് നിന്ന് ആ പൈപ്പേ പിടിച്ചൊരു ഒറ്റ തിരി ആണ്ട് അപ്പടി മഴ ഞാനങ്ങ് വല്ലാതായിപ്പോയെന്ന് എന്റെ ശരീരം മുഴുവൻ നനഞ്ഞു പോയി. അത് കവറാന്ന് എനിക്കറിയാവോ? എന്താണ് ഞാൻ പിന്നെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇച്ചിരി സോപ്പ് ഇടിഞ്ഞ് വന്നേക്കാൻ പറഞ്ഞു. ആ സോപ്പ് മേടിച്ച് ഞാൻ സുന്ദരമായിട്ടൊന്ന് കുളിച്ച് തോർത്തി. അത് കഴിയുമ്പോൾ അവരെ വിളിച്ചു. ഞാൻ ആ കുളിമുറിന്ന് ഒരു കൈ മുണ്ട് എടുത്ത് കൊടുത്തോണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് പോയില്ലെന്ന്. എങ്ങനെയാ പോയത്? ആ പെണ്ണ് എനിക്ക് വേണ്ടത്. പിന്നെ ഈ കുന്തത്തിന്റെ ഒക്കെ ഇടകൂടെ കയറി വലിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്റെ നടുവും പുറം എനിക്ക് അനക്കാൻ മേലറിയാവോ? ബഹുമാനരെ ഇതുപോലെ യാതൊരു അബദ്ധവും നമ്മുടെ നായിക്ക് സംഭവിച്ചില്ല. അവളുടെ മാതാപിതാക്കൾ അറിയാതെ കണ്ട് അവളുടെ ഇഷ്ടപ്പെട്ട പുരുഷനെ അവൾ തന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ അവൾക്കത് ശാശ്വതമാകാൻ സാധിച്ചില്ല. അവളുടെ വളർത്ത മാതാപിതാക്കൾ അവളെ അങ്ങേയറ്റം എതിർക്കുകയാണ്. അവളുടെ അമ്മ വീണ്ടും പറയുകയാണ്